അധ്യായം 1. നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള പല കാര്യങ്ങളോടും അകൽച്ച കാണിക്കാറുണ്ട്. ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മൾക്ക് അകൽച്ച വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ഉളവാക്കുന്നത്. നമ്മൾ എന്തിൽ നിന്നും അകലുന്നുവോ അതിനനുസരിച്ച് നമ്മൾക്ക് നേട്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലതൊക്കെ നമ്മളിൽ നിന്നും അകലുക തന്നെ ചെയ്യും. ഈ ലോകം നമ്മൾക്ക് നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിൽ നിന്നും അകലുന്നൊരു സമയം വരും. നമ്മൾ സമ്പാദിച്ചതും നേടിയെടുത്തതുമെല്ലാം നമ്മൾക്ക് വിട്ടുകൊടുക്കേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ കടന്നു വരും. നമ്മൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ദുഃഖം ഉളവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ മതിയാകുള്ളൂ. നമ്മൾ അധ്വാനിക്കാൻ മനസ്സ് കാണിക്കുക, തീർച്ചയായും അതിനൊരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അധ്വാനിക്കാൻ മനസ്സിലാത്തവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ സന്തോഷം അകലുന്നത് കാണേണ്ടി വരും. നമ്മുടെ സുഖങ്ങൾ ഒരു പക്ഷേ ഉപേക്ഷിച്ചാൽ മാത്രമേ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഏതൊരു നേട്ടത്തിന് പിന്നിലും കഷ്ടപ്പാടുകളുണ്ട്. ഇന്ന് വരെ ആരും കഷ്ടപ്പാട് നേരിടാതെ വിജയിച്ചിട്ടുണ്ടാവില്ല. ഒരു നാൾ വലിയ അടുപ്പം ഉണ്ടായിരുന്നവർ പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അകലേണ്ടി വന്നേക്കാം. ഒരിക്കൽ അകൽച്ചയിൽ ആയിരുന്നവർ പിന്നീട് അടുപ്പത്തിൽ ആയി എന്ന് വരാം. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളുകളിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ഇന്നലകളിലെ തീരുമാനത്തിൻ്റെ ഫലങ്ങളാണ്. നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നല്ല ശീലങ്ങളെയും നല്ല ബന്ധങ്ങളെയും അകറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം മോശം ശീലങ്ങളെ അകറ്റാനും മോശം ബന്ധങ്ങളെ അകറ്റാനും പഠിക്കേണ്ടിയിരിക്കുന്നു. 2. ഒത്തിരി മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെടാനുള്ള കാരണം മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വന്ന വഴക്ക് പറച്ചിലുകൾ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. സാധാരണ വഴക്ക് പറച്ചിലുകൾക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കാണുമല്ലോ. പ്രത്യേകിച്ചും കാരണം ഒന്നും തന്നെ ഇല്ലാതെയും വഴക്ക് പറയുന്നവരും കാണുമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ചുറ്റിലും വഴക്കുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷത്തെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ്. മറ്റുള്ളവർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തില്ല എങ്കിൽ, അങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ടാവാം ഓരോരുത്തർക്കും തങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് വഴക്കുണ്ടാക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അതിനെന്ത് രസം എന്ന് ചിന്തിക്കുന്നവരും നമ്മളിൽ ചിലരെങ്കിലും ഉണ്ടായേക്കാം. മാതാപിതാക്കൾ തമ്മിൽ വഴക്ക് കൂടുന്നത് കാണേണ്ടി വരുന്ന മക്കൾ അവർ അനുഭവിക്കുന്ന ദുരിതം അവർക്ക് മാത്രമാണ് ഒരുപക്ഷെ മനസ്സിലാവുള്ളൂ. സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കൺമുൻപിൽ കാണുന്നവരെയൊക്കെ വഴക്ക് പറയുന്നവർ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലും ഉണ്ടായേക്കാം. ദീർഘനാൾ പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ബന്ധത്തിൽ നിന്നും അകന്നു പോയവരുണ്ട്. വഴക്കും ബഹളങ്ങളും ആരാണ് ഇഷ്ടപ്പെടുന്നത്? വഴക്കുകളെ നിയന്ത്രിക്കാൻ കഴിയണം. ഇരു കൈകളും കണ്ടു കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാവുള്ളൂ എന്നതുപോലെ ഒരാൾ വഴക്കുണ്ടാക്കുമ്പോൾ തിരിച്ച് അതേ രീതിയിൽ മറ്റൊരാളും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ വഴക്ക് പറച്ചിലുടനെ അവസാനിക്കണമെന്നില്ല. വഴക്ക് പറച്ചിലുകൾ തെറ്റുതിരുത്തലുകൾക്ക് മാത്രമാകണം, അല്ലാതെ ആ വ്യക്തികളെ മാനസികമായും ശാരീരികമായും മോശം അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് ആകരുത്. ഏതൊരാൾക്കും നിസ്സാര കാരണം മതി ഒരു പക്ഷേ മറ്റൊരാളുടെ വഴക്ക് കൂടാൻ. പലരുടെയും മനസ്സിൽ പണ്ടെപ്പോഴോ കേൾക്കേണ്ടി വന്ന വഴക്ക് പറച്ചിലുകൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. വഴക്ക് പറച്ചിലുകൾ വേണ്ട എന്ന് മനസ്സ് പിന്നീട് പറഞ്ഞാൽ പോലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. വഴക്ക് പറയാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. പലരുടെയും ജീവിതത്തിൽ അനാവശ്യ വഴക്ക് പറച്ചിലുകൾക്ക് കാരണം തെറ്റിദ്ധാരണകളാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കണ്ണുമടച്ച് വിശ്വസിച്ചു സത്യാവസ്ഥ മനസ്സിലാക്കാതെ വഴക്കടിക്കുന്നവരും ഉണ്ടായേക്കാം. എത്ര വലിയൊരു വഴക്കാണെങ്കിലും അതിന് അധികം ആയുസ് നൽകരുതെന്ന് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ വളരെയേറെ പ്രയാസമായിരിക്കും. ഒരു പക്ഷേ ചിലർക്കെങ്കിലും വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയേണ്ടി വന്നേക്കാം. ചിലർക്കൊക്കെ വഴക്ക് പറഞ്ഞാലാണ് കാര്യങ്ങൾ വേണ്ടതുപോലെ ഒരു പക്ഷേ മനസ്സിലാവാറുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, അവരെയൊക്കെ ആരെങ്കിലും ചെറുപ്പത്തിൽ വഴക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ജീവിതം കുറേ കൂടി മെച്ചപ്പെടുത്താമായിരുന്നുവെന്ന്. ചിലരൊക്കെ വഴക്ക് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണോ എന്നാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കാതിരുന്നാൽ തന്നെ ഒരുവിധം വഴക്കുകളിൽ ആകുമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കുട്ടികൾ കുസൃതികൾ കാണിക്കുമ്പോൾ അവരെ വഴക്ക് പറയേണ്ടി വന്നേക്കാം. അതൊരിക്കലും അതിരുവിട്ട് പോകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവിതത്തിൽ പലതിനോടുമുള്ള ഇഷ്ടക്കേടുകൾ ഒരു പക്ഷേ ചുറ്റിലുമുള്ളവരുടെ മുൻപിൽ വഴക്ക് പറച്ചിലുകളായിട്ട് മാറിയേക്കാം. പരസ്പരമുള്ള വഴക്ക് നീണ്ടുപോകാതെ എത്രയും വേഗം പരിഹരിക്കാൻ സാധിക്കട്ടെ. നിസ്സാര വഴക്കുകൾ വലുതാക്കാതെ പരിഹരിക്കാൻ വേണ്ട നേരായ മാർഗ്ഗങ്ങൾ നേടാൻ ശ്രമിക്കുക. വഴക്ക് പറച്ചിലുകൾ എല്ലാവരിലും എല്ലായ്പ്പോഴും ഫലവത്താകണമെന്നില്ലല്ലോ. വഴക്കുകൂടാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം വഴക്കുകൂടി ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരുത്താതിരിക്കട്ടെ. പരസ്പരം അസഭ്യം നിറഞ്ഞ വാക്കുകളോടെ വഴക്കുകൂടാൻ ഇടവരാതിരിക്കട്ടെ. മറ്റുള്ളവരോടുള്ള വഴക്കുകൾ മാറ്റിക്കൊണ്ട് ക്ഷണികമായ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കാൻ, സന്തോഷം നിറയാൻ നമ്മൾ ഏവർക്കും സാധിക്കട്ടെ. അധ്യായം 3. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അച്ചടക്കം ഉണ്ടാവേണ്ടതുണ്ട്. ചെറുപ്പം മുതൽ അച്ചടക്കം ശീലിക്കണം. അച്ചടക്കം നമ്മൾക്ക് മുന്നോട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ വളരെയേറെ സഹായിക്കും. അച്ചടക്കം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. അച്ചടക്കം പാലിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുകയുള്ളൂ. ഒരു ക്ലാസ് റൂമിലിരുന്ന് അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി അച്ചടക്കത്തോടെ ഇരിക്കുന്നില്ല എങ്കിൽ അതൊരു പക്ഷേ ആ അധ്യാപകരുടെ ക്ലാസ് എടുക്കുന്നതിൽ തടസ്സത്തിന് കാരണമായേക്കാം. അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഇടവരരുത്. അച്ചടക്കമാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ
നേട്ടങ്ങൾക്കും പ്രധാന കാരണം അച്ചടക്കമില്ലാത്തവർ ചെയ്യുന്നതും അച്ചടക്കം ഉള്ളവർ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ കഴിയും. പല ജോലികളും ചെയ്യാൻ അച്ചടക്കം വളരെയേറെ ആവശ്യമാണ്. പല പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നമ്മൾ അച്ചടക്കം പാലിക്കാൻ പഠിച്ചതുകൊണ്ടാണ്. അച്ചടക്കം നമ്മൾ ഇനിയെങ്കിലും പഠിച്ചെടുക്കണം. മുന്നോട്ട് നമ്മൾക്ക് അവ വളരെയേറെ പ്രയോജനപ്പെടും എന്നതിൽ സംശയം വേണ്ട. അച്ചടക്കം നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും. മറ്റുള്ളവരോട് അച്ചടക്കത്തോടെ പെരുമാറാൻ പഠിക്കുക. അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. അധ്യായം 4. ഇന്നിപ്പോൾ പലർക്കും അവരുടെ ജീവിത സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെയേറെ സങ്കടകരമായ കാര്യമാണ്. ഒരുപക്ഷെ ചുറ്റിലുമുള്ള ആരുടെയെങ്കിലും സഹായം വേണ്ട സമയത്ത് ലഭിച്ചിരുന്നു എങ്കിൽ പലപ്പോഴും അവർക്കൊക്കെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും അതിജീവിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ ആർക്കും തന്നെ നാളുകളിൽ നിരവധി പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നേക്കാം. നമ്മളെ തളർത്താൻ 100 പേര് കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ നമ്മൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ നാം തന്നെ മുന്നിട്ടിറങ്ങണം എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. പ്രശ്നങ്ങൾ നേരിടാത്ത മനുഷ്യരില്ല, സങ്കടപ്പെടാത്ത മനുഷ്യരില്ല, നഷ്ടങ്ങളുണ്ടാവാത്ത മനുഷ്യരില്ല. പ്രതിസന്ധികൾ നമ്മൾക്ക് മുന്നിൽ പലപ്പോഴും കടന്നു വരുമ്പോൾ അവയെ തരണം ചെയ്യാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾക്ക് പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് അതിജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. ചുറ്റിലുമുള്ള ആരുടെയെങ്കിലും സഹായം ആവശ്യമായി വന്നേക്കാം. ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ അതിൻ്റേതായ സമയം നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമായി വന്നേക്കാം. പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ശരിയായ വിധത്തിൽ നേരിട്ടവർ എല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിജീവിക്കാൻ അവരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായതാണ് അവരുടെ പിന്നീടുള്ള ഓരോ നേട്ടങ്ങൾക്കും വഴിതെളിച്ചിട്ടുള്ളത്. ഇന്നലെകൾ നമ്മൾക്ക് വേണ്ട പരിഗണന നൽകാത്തവർ ഇന്നിപ്പോൾ നമ്മുടെ നേട്ടങ്ങൾ കാണുമ്പോൾ പരിഗണിക്കാൻ ശ്രമിച്ചേക്കാം. നമ്മൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മളെ സഹായിക്കാൻ മറ്റൊരാൾ എല്ലായ്പ്പോഴും ഉണ്ടായെന്ന് വരില്ല. നമ്മൾക്ക് സഹായം നമ്മൾ തന്നെയാണ് എന്നത് മറക്കാതിരിക്കുക. നമ്മൾ വളരാൻ നമ്മൾ ശ്രമിക്കുക. മറ്റൊരാൾ വിചാരിച്ചാൽ മാത്രം നമ്മൾ വളരില്ല. നമ്മുടെ വളർച്ചയും മറ്റൊരാളുടെ വളർച്ചയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സ് അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇടവരരുത്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിതം നയിക്കാനല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് അവരുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മളെ കൊണ്ടാകുന്നത് പോലെ സഹായം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും ആകേണ്ടതുണ്ട്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ഒരു പക്ഷേ വളരെയേറെ മോശമായിരുന്നിരിക്കാം. അവിടെയൊക്കെ നമ്മളെ തളർത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചെന്നിരിക്കാം. അവിടെയെല്ലാം നമ്മൾ മുന്നോട്ട് കുതിക്കാൻ അവനവനിൽ തന്നെ വിശ്വാസമുണ്ടാവേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളെ വിട്ടകലുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ശരിയായ വിധത്തിൽ അതിജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 5. എന്തിനും ഏതിനും ഒരാളെ അനാവശ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ വളരെയേറെ വലുതായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യം മോശമാണെന്ന് കരുതി മറ്റുള്ളവർക്ക് നമ്മളെ അനാവശ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനുള്ള അവസരം നൽകരുത്. നമ്മൾ മറ്റൊരാളെ ഒരിക്കലും അനാവശ്യമായി കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന വേദന എത്രത്തോളം ആണെന്ന് ഒരുപക്ഷെ നമ്മൾ ആർക്കും തന്നെ ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. സ്വന്തം മക്കളാണ്, സ്വന്തം സഹോദരങ്ങളാണ്, സ്വന്തം മാതാപിതാക്കളാണ് എന്ന് കരുതി ആരെയും അനാവശ്യമായി കുറ്റപ്പെടുത്താതിരിക്കുക. ഒരു പരിധിയിൽ കൂടുതൽ ആയാൽ എന്തും ഏതൊരാൾക്കും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായേക്കാം. കുറ്റപ്പെടുത്തലുകൾ താങ്ങാൻ കഴിയാതെ ജീവിതം നഷ്ടപ്പെടുത്തിയ എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുള്ളത്. കുറ്റവും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. ശരിയായ വിധത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ട പരിഗണന കൊടുത്താൽ മാത്രമേ കുറ്റപ്പെടുത്തലുകൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. പരിഹാരം കണ്ടെത്താതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വന്തമായിട്ട് പരിശോധിക്കുക. നമ്മൾ ചെയ്ത തെറ്റ് മറച്ചു വയ്ക്കാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇന്നല്ലെങ്കിൽ നമ്മൾ ആർക്കും കുറ്റങ്ങൾ സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടായേക്കാം. അവ വേണ്ട വിധത്തിൽ പരിശോധിച്ച് പരിഹരിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം. കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ ആർക്കും പൊതുവെ ഇഷ്ടമല്ല. നമ്മളിലെ കുറ്റങ്ങൾ നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. നാളുകളിൽ നമ്മൾക്ക് വളർച്ച ഉണ്ടാവാൻ നമ്മളിലെ കുറ്റങ്ങളെ ഒഴിവാക്കി മതിയാകൂ. മറ്റുള്ളവർ നമ്മുടെ മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ ഒരിക്കലും നമ്മളെ തളർത്താൻ ഇടപെടുത്താതെ അവർ പറയുന്ന കുറ്റങ്ങളിൽ വാസ്തവം ഉണ്ടെങ്കിൽ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളെ തന്നെ നല്ലതാക്കുക. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ടായി എന്ന് വരാം. മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന കുറ്റങ്ങളിൽ വാസ്തവമുള്ളത് മാത്രം പരിഗണിക്കാനും അല്ലാത്തവ നിഷ്പ്രയാസം ഉപേക്ഷിക്കാനും കഴിയട്ടെ. അധ്യായം 6.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പരിശോധിച്ചാൽ നിരവധി ഉണ്ടാകും. നമ്മൾക്ക് മാത്രമായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ, വേദനകളിൽ പലപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിസ്മരിക്കുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ നമ്മളിൽ പലർക്കും അനുഗ്രഹമായിട്ട് തോന്നുന്നതിന് പ്രധാന കാരണം നമ്മുടെ അനുഗ്രഹങ്ങളേക്കാൾ അപ്പുറം നമ്മുടെ നഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് നഷ്ടങ്ങളുണ്ടാകും മുന്നോട്ട് പോകുന്തോറും. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമെന്നത് നഷ്ടം നമ്മൾക്ക് മുന്നിൽ കാത്തിരിപ്പുണ്ട് എന്നതാണ്. നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. നമ്മൾക്കിനി ഒന്നും ഇതിൽ കൂടുതൽ നഷ്ടപ്പെടാനില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, പൊരുതാൻ തയ്യാറായാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. നമ്മൾ തളർന്നാൽ നമ്മളെ ആശ്രയിക്കുന്ന പലർക്കും അതൊക്കെ വലിയൊരു തിരിച്ചടിയായേക്കാം. ഓരോ പ്രഭാതവും നമ്മൾക്ക് മുന്നിൽ നിരവധി അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. നമ്മൾ നല്ല വഴികൾ മാത്രം കണ്ടെത്തുക, അതിലൂടെ മാത്രം സഞ്ചരിക്കുക. ദാരിദ്ര്യത്തിൽ ജീവിച്ചവർ അവരുടെ ജീവിത സാഹചര്യത്തെ കുറ്റപ്പെടുത്താതെ ധീരമായി നേരിട്ടത് കൊണ്ടാണ് പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചത്. ഈ ലോകത്തുള്ള എന്തും ഈ ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആവശ്യമായിട്ടുള്ളവയാണ്. മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ പ്രാണവായു ആവശ്യമാണ്, ജലം ആവശ്യമാണ്, പ്രകൃതി വിഭവങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയാണ് നൽകുന്നത്. നമ്മൾക്ക് ഈ പ്രകൃതി നൽകുന്ന മനോഹരമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യന് അവൻ്റെ ആയുസ്സിൽ പ്രകൃതി മുഴുവനായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേർന്നു മനുഷ്യരുടെ ജീവിതം അവസാനിക്കുമ്പോൾ പിന്നീട് അവശേഷിക്കുന്നത് ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാവുക. തെറ്റുകൾ തിരുത്തിയാൽ മാത്രമേ ശരികളിലേക്ക് നമ്മൾ എത്തപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യം മറ്റാരെക്കാളും നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ സാഹചര്യത്തെ കുറ്റപ്പെടുത്താതെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾക്ക് എത്ര സമ്പാദ്യമുണ്ടെങ്കിലും എത്രയൊക്കെ നേടിയാലും ഈ ലോകത്തിൽ നിന്നും ഒരു നാൾ കഴിയുമ്പോൾ വിട്ടൊഴിയേണ്ടി വരും എന്നത് മറക്കാതിരിക്കുക. നമ്മുടെ മുന്നിലുള്ള ഓരോ അവസരങ്ങളും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുക. നഷ്ടങ്ങളെ തളരാതെ നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഇന്നിൻ്റെ നഷ്ടങ്ങൾ, പ്രതിസന്ധികൾ നാളുകളിൽ വിജയം നേടുന്ന അനുഗ്രഹം ആയിട്ട് മാറട്ടെ. 7. നമ്മളിൽ പലർക്കും അനുസരണക്കേട് കാണിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. നമ്മൾ പറയുന്ന എല്ലാ കാര്യവും മറ്റുള്ളവർ അനുസരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. നമ്മളൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവിടെയുള്ള ജോലികളിൽ നമ്മുടെ മേൽ ജീവനക്കാർ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. പറയുന്ന ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ ജോലിയിൽ നിന്നും ഒഴിവാക്കുക സ്വാഭാവികമാണല്ലോ. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാകും അനുസരണക്കേട് കാണിക്കുന്നത്. അനുസരണക്കേട് പലർക്കും പല സാഹചര്യങ്ങളിലും ഉണ്ടായേക്കാം. മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ എല്ലായ്പ്പോഴും അനുസരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. പ്രായത്തിൻ്റെ അറിവില്ലായ്മയിൽ അനുസരണക്കേട് പലരും ചെയ്യാറുണ്ടല്ലോ. ചെറുപ്രായത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ബോധ്യമാകുന്നത് ഒരു പക്ഷേ മുതിർന്ന് കഴിയുമ്പോഴായിരിക്കും. ചെറുപ്പത്തിൽ പഠിക്കേണ്ടത് ആ പ്രായത്തിൽ തന്നെ പഠിച്ചാലല്ലേ ഫലം ഉണ്ടാവുകയുള്ളൂ. ഒരു ക്ലാസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പിന്നീട് അതനുസരിച്ച് മാത്രമാണല്ലോ ഉപരിപഠനത്തിന് അർഹത കിട്ടുകയുള്ളൂ. മറ്റുള്ളവരോടുള്ള പിണക്കത്തിൻ്റെ പേരിൽ പഠനത്തിൽ അലസരായി പഠനത്തിൽ നിന്നും പിന്നോട്ട് പോയാൽ അവരവർക്ക് തന്നെയാണ് പിന്നീടുള്ള കാലം ഒരു പക്ഷേ സങ്കടപ്പെടേണ്ടി വരുന്നത്. മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. ഓരോ രാജ്യത്തിൻ്റെയും നിയമം അനുസരിക്കാൻ ആ രാജ്യത്തിലെ ഓരോ പൗരനും കടമയുണ്ട്. നിയമം തെറ്റിച്ചാൽ ആരായാലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അനുസരണക്കേടിൽ നിന്നും വിട്ടുനിൽക്കാം. അനുസരണക്കേടിലൂടെ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും നേരിടാൻ ഒരുക്കമാകുക. മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോയാൽ ഏത് നിമിഷവും അപകടം നമ്മളെ തേടിയെത്താം. ഒരു കാരണവശാലും മറ്റൊരാളുടെ ജീവിതം ഇല്ലാതെയാക്കുന്ന അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. അനുസരണക്കേടിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പലപ്പോഴും നികത്താൻ കഴിയാത്തതാണ്. മറ്റുള്ളവർ പറയുന്നതിൽ നല്ലതാണെങ്കിൽ അനുസരിക്കാൻ ശ്രമിക്കുക, നല്ലതല്ലെങ്കിൽ തിരസ്കരിക്കാൻ പഠിക്കുക. അനുസരണക്കേട് കാണിക്കേണ്ട സാഹചര്യവും കാണിക്കാൻ പാടില്ലാത്ത സാഹചര്യവും നമ്മുടെ ചുറ്റുപാടിലുണ്ടായേക്കാം. ആ സാഹചര്യങ്ങൾ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 8. ഏതൊരാൾക്കും അപമാനം ഏൽക്കേണ്ടി വരിക വിഷമമുള്ള കാര്യമാണ്. ഒരു പക്ഷേ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷം നേട്ടങ്ങൾ കണ്ടെത്തുന്നവരുണ്ടാവാം. അപമാനം ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ വളരെയധികം വേദനാജനകമാണ്. അധികാരവും സമ്പത്തും ഉണ്ടെന്ന് കരുതി തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്നവരെ അപമാനിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. തൻ്റേതായ നേട്ടത്തിന് വേണ്ടി ആരെയും അപമാനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപമാനം സഹിക്കാൻ കഴിയാതെ ഒളിച്ചോടിപ്പോയവർ, ക്രൂരകൃത്യം ചെയ്തവർ, സ്വയം ജീവിതം നഷ്ടപ്പെടുത്തിയവർ, അങ്ങനെ എത്ര ജീവിതങ്ങളാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായത്. നുണപ്രചാരണം വഴി മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിച്ചവരുണ്ടാകാം.
നമ്മൾക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനത്തെ ഉൾക്കരുത്ത് കൊണ്ട് നേരിടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വന്നാൽ പോലും തളരാതെ പൊരുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്നലകളിലെ അപമാനങ്ങളെ ശരിയായ വിധത്തിൽ നേരിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നാളെകളിൽ അഭിമാനം നമ്മൾക്ക് നേടാൻ ഒരുപക്ഷേ കഴിയുകയുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും പലരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വന്നേക്കാം. ആ വേദനകൾ എന്നും നമ്മുടെ മനസ്സിൽ തീരെ നമ്പരമായി അവശേഷിപ്പിക്കാൻ ഒരിക്കലും ഇടവരുത്തരുത്. മറ്റുള്ളവരുടെ അറിവില്ലായ്മ ആണെന്ന് കരുതി വിട്ട് കളയുകയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിലോ നമ്മൾക്ക് മുന്നോട്ട് പോകാം. പണ്ടെങ്ങോ മറ്റൊരാളെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ വളരെയേറെ പ്രയാസപ്പെടുന്നവരും ഉണ്ടായേക്കാം. എല്ലാവർക്കും അപമാനത്തെ ശരിയായ വിധത്തിൽ നേരിടാൻ ഒരുപക്ഷെ എളുപ്പം കഴിഞ്ഞെന്ന് വരില്ലല്ലോ. ഓരോ അപമാനവും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഓരോ വ്യക്തികളുടെയും ഭാവി ജീവിതത്തെ സാരമായി തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ ഓരോ അപമാനത്തെയും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അപമാനം സഹിച്ച് തളർന്നിരിക്കാനുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതം. അപമാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അപമാനിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്നില്ലല്ലോ. നമ്മൾക്ക് ഏൽക്കേണ്ടി വരുന്ന ഓരോ അപമാനങ്ങളെയും ധീരതയോട് നേരിടാനും ചെറുക്കാനും നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അപമാനങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടെ മുന്നേറാൻ കഴിയട്ടെ. മറ്റൊരാളെ എന്തു കാര്യത്തിലായാൽ പോലും അപമാനിക്കാനുള്ള അധികാരമോ അവകാശമോ ആർക്കും തന്നെയില്ല എന്നത് മനസ്സിലാക്കുക. മറ്റൊരാളെ അപമാനിക്കുന്നതും മാനഹാനി വരുത്തുന്നതും ഗുരുതരമായ തെറ്റാണ്. അപമാനം ഏൽക്കേണ്ടി വരുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ മാനസിക ആഘാതം വരെ ഉണ്ടായേക്കാം. മറ്റൊരാൾ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ കുറവുകൾ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ ഒരു കാരണവശാലും അപമാനിക്കരുത്. നമ്മൾക്ക് കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെ അപമാനിച്ച വ്യക്തികളോട് മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കാതെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മളെ നേരിട്ട് പരിചയമില്ലാത്തവർ പോലും വാക്കുകളുടെയും പ്രവർത്തികളുടെയും നമ്മളെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം. ആ സാഹചര്യത്തെയൊക്കെ നേരായ വിധത്തിൽ നേരിടാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണം നമ്മുടെ ചുറ്റിലുമുള്ള ആർക്കും തന്നെ അപമാനം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 9. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും ഓരോ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം നമ്മുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. നമ്മുടെ അഭിപ്രായം എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകണമെന്നില്ല. നമ്മുടെ അഭിപ്രായം പലപ്പോഴും പലരും അംഗീകരിച്ചില്ല എന്ന് വന്നേക്കാം. നമ്മുടെ അഭിപ്രായം പലപ്പോഴും അവസരത്തിനൊത്ത് പ്രകടിപ്പിക്കാൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യത്തിലും ഒരുപക്ഷെ അഭിപ്രായം പറയാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുടെ അഭിപ്രായം പലപ്പോഴും നമ്മളിൽ പലർക്കും ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും നമ്മളെപ്പറ്റി കേൾക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മാനസിക പ്രയാസങ്ങൾക്ക് വരെ ഒരു പക്ഷേ കാരണമായി തീർന്നേക്കാം. ഏതൊരു മനുഷ്യനായാലും അവർ ഓരോരുത്തരും പറയുന്ന അഭിപ്രായത്തിൽ ഏത് നിമിഷവും മാറ്റങ്ങൾ വരുത്തിയേക്കാം. നല്ലത് ചെയ്താൽ നല്ല അഭിപ്രായം പറയാൻ മടി വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എങ്കിൽ അതൊരിക്കലും ആരെയും വ്യക്തിഗത നയിക്കുന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലോ നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലോ ആകരുതെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആരായാലും ദുർവിനിയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഇന്നിപ്പോൾ പലരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തൻ്റേതായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വ്യക്തികൾ തമ്മിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് പോലെ അല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ അഭിപ്രായ പ്രകടനം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. അവിടെ മൂന്നാമതൊരാൾ ഉണ്ടാവും. ആ സാഹചര്യവുമായി യാതൊരു ബന്ധമില്ലാത്തവർ പലരുടെയും അഭിപ്രായ പ്രകടനം അത് കേൾക്കുന്നവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട്. കേട്ടതിൽ തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്നൊന്നും ചിന്തിക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്നവർ നിരവധിയാണ്. അതിൻ്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഏത് സാഹചര്യത്തിലായാൽ പോലും സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം പ്രതികരിക്കുക. ഇന്നിപ്പോൾ തെറ്റ് ചെയ്യാത്ത പലരും വളരെയധികം ദുഃഖത്തിലും നിരാശയിലും കഴിയാനുള്ള പ്രധാന കാരണം തങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ്. ഏത് സാഹചര്യത്തിലും ശരിയായ വിധത്തിൽ അഭിപ്രായം പറയാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ അഭിപ്രായത്തിന് പുല്ലുവില പോലും ഒരു പക്ഷേ ഇന്നിപ്പോൾ ആരും നൽകിയില്ല എന്ന് വന്നേക്കാം. എങ്കിലും വിഷമിക്കാതിരിക്കുക. നമ്മുടെ ശരികൾ എന്തെങ്കിലും തിരിച്ചറിയുന്ന സമയം വരാതിരിക്കില്ല. നമ്മളെപ്പറ്റി ചുറ്റിലുമുള്ളവർക്ക് പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാകും. നമ്മൾ നേർവഴിയിൽ സഞ്ചരിക്കുക. ആളുകൾ നമ്മളെപ്പറ്റി പറയുന്നതിൽ ആശങ്കപ്പെടാതിരിക്കുക. പ്രമോഷൻ നൽകുന്നതിന് വേണ്ടി ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും ജോലിക്കാരെ പറ്റി അഭിപ്രായം മേധാവിയോട് ആരായാറുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികൾ വിടുതൽ ചെയ്യുമ്പോൾ വ്യക്തിയെപ്പറ്റിയുള്ള സ്ഥാപനത്തിന് മേധാവിയുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വരാറുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഉചിതമായി ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഓരോ ചെറിയ വാക്കുകൾ പോലും മറ്റുള്ളവരെ ഒരുപക്ഷെ വളരെയധികം സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം വളരെയേറെ ശ്രദ്ധയോടെ ആകട്ടെ. ഇന്നിപ്പോൾ അഭിപ്രായത്തിന് വളരെയേറെ വിലയുള്ള സമയമാണ്. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടാനും അഭിനന്ദിക്കപ്പെടാനുമുള്ള അവസരങ്ങളുണ്ട്. നമ്മൾക്ക് ചുറ്റിലും നടക്കുന്ന നല്ല കാര്യത്തിനോട് നല്ല അഭിപ്രായം നടത്താൻ സാധിക്കട്ടെ. പലപ്പോഴും മനസ്സിൽ ധാരാളം അഭിപ്രായങ്ങൾ
അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ മടി കാണിക്കുന്നവർ ഉണ്ടാകും. അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. നമ്മളെപ്പറ്റി, നമ്മുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി, നമ്മൾ നേരിടുന്ന വിഷമങ്ങളെപ്പറ്റി എല്ലാം ആവശ്യ സന്ദർഭങ്ങളിൽ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ. നമ്മുടെ അഭിപ്രായവും പ്രവർത്തന രീതിയും തമ്മിൽ രണ്ട് വഴിക്കാകരുത്. നമ്മുടെ മനസ്സിലാക്കി മാത്രം ഏത് കാര്യത്തിലായാൽ പോലും അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കുക. നമ്മളെക്കൊണ്ട് അഭിപ്രായം പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവിടെയെല്ലാം നിശബ്ദത പാലിക്കാൻ കഴിയട്ടെ. എല്ലാവരെയും കൊണ്ട് നമ്മളെപ്പറ്റി നല്ലത് മാത്രം അഭിപ്രായം പറയിപ്പിക്കാൻ എല്ലായ്പ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. എല്ലാവരുടെയും അഭിപ്രായത്തിന് മറുപടി കൊടുക്കാൻ നമുക്കൊക്കെ എപ്പോഴും സാധിക്കണമെന്നില്ലല്ലോ. ഒരുപക്ഷെ സമയം അനുവദിച്ചെന്ന് വരത്തില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെപ്പറ്റിയും നെഗറ്റീവ്, പോസിറ്റീവ് അഭിപ്രായം പലരിൽ നിന്നും ഉണ്ടായേക്കാം. അതെല്ലാം ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ പഠിക്കുക. തിരുത്തൽ വരുത്തേണ്ടവ തിരുത്തുക. നമ്മളെപ്പറ്റിയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളെ പോസിറ്റീവ് അഭിപ്രായമാക്കി മാറ്റിയെടുക്കാൻ, നമ്മളിലെ പോരായ്മകളെ മാറ്റിയെടുത്തുകൊണ്ട് നിരന്തരം പരിശ്രമിക്കാൻ, മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 10. നമ്മുടെ ആവശ്യങ്ങൾ മറ്റൊരാളെ അറിയിക്കുവാൻ നമ്മൾക്ക് അവരോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അഭ്യർത്ഥനകൾ സാഹചര്യം അനുസരിച്ച് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തേക്കാം. നമ്മുടെ ആവശ്യമാണ് മറ്റൊരാളോട് അഭ്യർത്ഥിക്കുക എന്നത് മാന്യമായ രീതിയിൽ വേണം അഭ്യർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ മാന്യത കണ്ടിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ അഭ്യർത്ഥന പലർക്കും സ്വീകരിക്കാൻ കഴിയുക. പ്രണയം മറ്റൊരാളോട് തോന്നിക്കഴിയുമ്പോൾ ആ വ്യക്തി തൻ്റെ പ്രണയം പൂണിയൻ അഭ്യർത്ഥന നടത്താൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷേ തങ്ങളുടെ മനസ്സിൽ ഇഷ്ടം തോന്നുന്നവരുടെ പ്രണയം അഭ്യർത്ഥിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു പക്ഷേ അനുവദിക്കുന്നുണ്ടാകില്ല. നമ്മളുടെ ആവശ്യം മറ്റുള്ളവരോട് അഭ്യർത്ഥിച്ചാൽ മാത്രമാണല്ലോ ആ ആവശ്യം സാധിച്ചു തരേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലരോടും പല സഹായങ്ങളും അഭ്യർത്ഥിക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും ഏറ്റവും കൂടുതൽ വിഷമം ഉളവാക്കുന്നത് തങ്ങളുടെ അഭ്യർത്ഥന നിരസിക്കപ്പെടുമ്പോഴാണ്. നമ്മുടെ അഭ്യർത്ഥന മറ്റൊരാൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നേക്കാം. അന്നേരം ആ സാഹചര്യം മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടതും, അല്ലാതെ പ്രതികാരം ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു പക്ഷേ നേടാൻ സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ അഭ്യർത്ഥനകളെല്ലാം എപ്പോഴും സ്വീകാര്യത ഉണ്ടാവണമെന്നുമില്ല. പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള വഴി അഭ്യർത്ഥന നടത്തുക എന്നത് മാത്രമാണ്. നമ്മുടെ ആവശ്യം എന്താണോ അത് വേണ്ടതുപോലെ മറ്റുള്ളവരോട് സാഹചര്യം അനുസരിച്ച് അഭ്യർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അധ്യായം 11. പല സാഹചര്യത്തിലും നമ്മൾക്ക് സാധാരണ ചെയ്യുന്നതിനേക്കാൾ അമിതമായി ജോലി തീർക്കേണ്ടി വന്നേക്കാം. അമിതമായ ജോലിഭാരം വരുന്നത് പലപ്പോഴും ഒരു പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ടാണ്. ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ്. ആ ജോലി പകരമായി ചെയ്യാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി ആളുകൾ ദിവസം മുഴുവനും ജോലിയിൽ ഏർപ്പെട്ടിരിക്കാറുണ്ട്. അമിതമായ ജോലിഭാരം നേരായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായും നമ്മളെ ദോഷകരമായി ബാധിച്ചേക്കാം. ചില ജോലികളിൽ അമിതമായ ജോലി സാഹചര്യം ഏത് നിമിഷം കടന്നു വന്നേക്കാം. ആ സാഹചര്യത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എല്ലാ ജോലികളും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് വരില്ലല്ലോ. നമ്മളെ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അമിതമായ ജോലി ഭാരത്തെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. മുന്നോട്ട് പല സാഹചര്യത്തിലും അമിതമായ ജോലി ഭാരത്തെ നേരിടേണ്ടി വന്നേക്കും. അപ്പോഴെല്ലാം ധൈര്യപൂർവ്വം നേരിടാൻ നമ്മളെ മുൻ അനുഭവം വളരെയധികം സഹായിച്ചേക്കും. പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ അമിതമായി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അമിതമായി ജോലി ചെയ്യുന്നതിൽ വിഷമം വിചാരിക്കാതിരിക്കുക. എത്ര വലിയ കോടീശ്വരന്മാർ ആയാലും അവർക്കൊക്കെയും അമിതമായി ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദിവസത്തിൽ വളരെ കുറച്ച് സമയം മാത്രം വിശ്രമിച്ചു ബാക്കി സമയം മുഴുവൻ ജോലിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ ഈ ലോകത്തുള്ളത്. അവരുടെ കഷ്ടപ്പാടാണ് പല നേട്ടങ്ങൾക്കും കാരണം. അമിതമായ ജോലി ചെയ്യുന്നതിലൂടെ നമ്മളിലും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാവാൻ ഇടയാകട്ടെ. പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ അമിതമായി ജോലി ചെയ്യേണ്ടി വരും. അതിൽ വിഷമം വിചാരിക്കാതിരിക്കുക. എവിടെയായാലും കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടാകും. അമിതമായ ജോലിഭാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്നതാകട്ടെ. അധ്യായം 12. നമ്മൾ മുന്നോട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിലും അർഹത നേടുവാൻ വേണ്ടിയാണ്. നമ്മൾക്ക് അർഹത ഉള്ളത് മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സമ്മാനക്കുപ്പോൾ വാങ്ങിക്കുന്നവർക്ക് ഭാഗ്യം പരീക്ഷിക്കുന്നതിൽ പങ്കാളിയാകാനുള്ള അർഹതയുണ്ടെന്നല്ലാതെ എല്ലാവർക്കും നേട്ടങ്ങൾ കിട്ടാനുള്ള അർഹത കൈവരില്ലല്ലോ. ഒരു സ്ഥാനത്ത് യോഗ്യരായവർക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ യോഗ്യതയുള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ സ്ഥാനം കൊടുക്കുക. നമ്മൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മളിലേക്ക് തന്നെ വന്നെത്തും. അർഹതയില്ലാത്തതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പിന്തിരിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് അർഹതപ്പെട്ട പലതും എന്നേക്കുമായി നഷ്ടമായി എന്ന് വരാം. ഓരോ കാര്യത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ലോ. അർഹത ലഭിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പണമുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള പലതും വില കൊടുത്ത് വാങ്ങുവാനുള്ള അർഹത ഉണ്ടാകുമെന്ന് നമ്മൾക്കറിയാം. പണം ആവശ്യത്തിന് നമ്മുടെ പക്കൽ എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. പണം കിട്ടാനുള്ള അർഹത ഉണ്ടായിട്ട് പോലും പലരുടെയും പിടിവാശി മൂലം തടസ്സങ്ങൾ നേരിടുന്നവർ ഉണ്ടാവാം.
പണം നമ്മുടെ പക്കൽ എത്തണമെങ്കിൽ അതിനുവേണ്ടി നേരായ വിധത്തിൽ പരിശ്രമിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം നേടിയെടുക്കാനുള്ള അർഹത ലഭിക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ പരിശ്രമിക്കേണ്ടി വന്നേക്കാം. നമ്മുടെ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കും എത്രത്തോളം അർഹത ലഭിക്കുമെന്നത്. അർഹതപ്പെട്ടത് ആർക്കായാലും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നത് വരെ മുന്നോട്ട് ഒരു പക്ഷേ നിയമ നടപടി കൈക്കൊള്ളേണ്ടി വന്നേക്കാം. നമ്മൾക്ക് ഈ ലോകത്തുള്ള പലതും അർഹതപ്പെട്ടതല്ല എന്ന് അംഗീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. ഒരു കാലത്തും അർഹത ഉണ്ടായിരുന്നു എന്ന് കരുതി എല്ലാ കാലത്തും അർഹത ഉണ്ടാകണമെന്നില്ലല്ലോ. നമ്മുടെ അർഹത തെളിയിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ നമ്മൾക്ക് അതിനു വേണ്ട അർഹതയ്ക്ക് നിരന്തരം പരിശ്രമിക്കാം. ഇന്നലകളുണ്ടായ വീഴ്ചകൾ നമ്മൾക്ക് മുന്നോട്ട് ഓരോ പാഠം ആയിത്തീരട്ടെ. നാളെ നമ്മൾ ഓരോരുത്തർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ട അർഹത നേടിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 13. നമ്മൾക്ക് അർഹത ഉണ്ടായിട്ട് കിട്ടാതെ പോയ പലതും നാളിതുവരെയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ വേദനയായിട്ട് ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അർഹത ഇല്ലായിരുന്നിട്ട് കൂടിയും കിട്ടിയ പലതും ഉണ്ടാകും. നമ്മൾക്കുള്ള അർഹത വേണ്ടപ്പെട്ടവർ നിഷേധിക്കുന്നത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. അർഹതയില്ലാത്തത് സ്വന്തമാക്കിയിട്ടും നാളുകൾ എത്ര കഴിഞ്ഞാലും അതെല്ലാം തെറ്റാണെന്ന് ഒരു പക്ഷേ തിരിച്ചറിഞ്ഞെന്നു വരില്ല. ഏതൊരു തൊഴിലിനും മാന്യമായ അർഹതപ്പെട്ട ശമ്പളം നൽകുക. മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ടത് എല്ലാം സ്വന്തം പോക്കറ്റിലാക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഒരു നാൾ അതെല്ലാം ഈ ലോകത്ത് നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന്. ഇന്ന് ഒത്തിരി ആളുകൾ നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത് അവർക്കൊക്കെ അർഹതപ്പെട്ടത് ബന്ധപ്പെട്ടവർ നൽകാതിരുന്നത് കൊണ്ടാണ്. ഒരു കാര്യത്തിന് വേണ്ടി അർഹത നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചാലും എല്ലാവർക്കും ഒരുപോലെ ആ കാര്യത്തിൽ അർഹത നേടാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. എന്തു കാര്യത്തിനും അർഹത നേടുന്നതിൽ പലപ്പോഴും ഒരു പരിധിയുണ്ട്. നമ്മളൊരു കാര്യത്തിന് കാണുന്ന അർഹതയായിരിക്കില്ല മറ്റുള്ളവർക്ക് ആ കാര്യത്തിൽ നോക്കി കാണുന്ന അർഹത. പഠിച്ച് ഉന്നത വിജയം നേടിയവർക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി കൊടുക്കാൻ പലരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ആരും തന്നെ നിർബന്ധിച്ചു കൊണ്ടല്ലോ. അവരുടെ കണ്ണിൽ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് പോലും ഉന്നത വിജയം നേടിയെടുത്തവർ അർഹത നേടിയത് കൊണ്ടല്ലേ. അർഹതപ്പെട്ട ജോലി കിട്ടിയിട്ടും ആ ജോലി തുടർന്നു കൊണ്ട് അർഹതയില്ലാതെ പ്രവൃത്തി ചെയ്യുന്നത് വളരെയേറെ ദുഃഖകരമാണ്. അർഹതയുള്ളവരെ കണ്ടെത്തി സഹായിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും തന്നെ കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെട്ട ഒത്തിരിയേറെ നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിലും. അർഹതയുണ്ടായിട്ട് പോലും കിട്ടാതെ പോയ പലതും നമുക്ക് കിട്ടാൻ ഇടവരട്ടെ. അർഹതയുണ്ടായിട്ടും അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോരാടാൻ നേരായ വഴിക്ക് പരിഹാരം കണ്ടെത്താൻ തയ്യാറാകേണ്ടതുണ്ട്. അർഹതയില്ലാത്ത കാര്യങ്ങൾ ആരോടായാലും പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. പല കാരണങ്ങൾ കൊണ്ടും പലർക്കും പല കാര്യത്തിലും അർഹത ദിവസേന എന്നോണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആളുകളുടെ നിരന്തര പരിശ്രമമാണ് നഷ്ടപ്പെട്ട പലതിലും പിന്നീട് പലർക്കും അർഹത നേടാൻ സഹായിച്ചിട്ടുള്ളത്. തെറ്റായ തീരുമാനങ്ങൾ എടുത്തത് വഴിയായി പലരുടെയും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ, നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ അതിന് വേണ്ട അർഹത നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെല്ലാവരും മോശക്കാരാണ് എന്ന് പറയാൻ നമ്മൾക്ക് എന്താണ് അർഹത? അർഹതയില്ലാത്തത് ആരോടായാലും ചോദിച്ച് വാങ്ങിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ അനർഹമായതെല്ലാം അർഹതയുള്ളവർ കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അർഹതപ്പെട്ട പലതും പലർക്കും നിഷേധിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമില്ലല്ലോ. അർഹതപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന വേദന സ്വന്തം ജീവിതത്തിലായിരുന്നെങ്കിൽ എത്രത്തോളം ആണെന്ന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആരും തന്നെ അർഹതപ്പെട്ടത് നിഷേധിക്കുകയില്ലായിരുന്നു. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അർഹതപ്പെട്ടത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അർഹതപ്പെട്ടത് ലഭിക്കാൻ മരണം വരെ പോരാടുന്നവരുണ്ട്. നേരായ വഴിക്ക് നമ്മൾ നേടിയെടുത്ത അർഹതകൾ ഓരോന്നും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കിട്ടിയത് അർഹതപ്പെട്ടതാണെങ്കിൽ കൂടിയും അർഹതപ്പെട്ടതല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ട് പലരും ഒരു പക്ഷേ നമ്മളെ കുത്തിനോവിച്ചേക്കാം. പലയിടത്തു നിന്നും നമ്മളെ പിന്മാറ്റാൻ പലരും ശ്രമിച്ചെന്നും വരാം. അതിലൊന്നും തളരാതെ മുന്നോട്ട് കരുത്തോടെ പോവുക. ലക്ഷ്യം നേടാൻ വേണ്ട അർഹതയ്ക്കായി ആത്മാർത്ഥമായി ശ്രമിക്കുക. നിരന്തര പരിശ്രമം നമ്മൾ ആഗ്രഹിച്ച അർഹതയിലേക്ക് ഒരു പക്ഷേ നമ്മളെ വളരെ വേഗത്തിൽ കൊണ്ടു ചെന്നെത്തിച്ചേക്കാം. അധ്യായം 14. നമ്മൾക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതായി ഉണ്ടാകുമല്ലോ. മുന്നോട്ട് സഞ്ചരിക്കാൻ ആവശ്യമായ അറിവുകൾ സ്വന്തമാക്കേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചു അറിവുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇന്നിപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട് അറിവുകൾ ശേഖരിച്ച് വയ്ക്കാനായിട്ട്. നേരായ അറിവുകൾ കണ്ടെത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കൃത്യസമയത്ത് അറിവുകൾ നമ്മളിൽ പലർക്കും പലപ്പോഴും ലഭിക്കാറില്ല. അറിവ് നേടിയതുകൊണ്ട് മാത്രം ഒരു പക്ഷേ കാര്യമില്ല. അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനും കൂടി കഴിയേണ്ടതുണ്ട്. ഈ ലോകത്തുള്ള പലതിൻ്റെയും കാരണം നമ്മൾക്ക് ഇന്നും അറിയില്ല. അറിവ് തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത്. അറിവ് നേടുന്നതിന് പരിധിയില്ല. നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സങ്കടത്തിന് കാരണം
കാരണമായി തീരുക. നമ്മൾ നേടിയിട്ടുള്ള ശരിയായ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കൂടിയുള്ളതാണ്. അറിവ് പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ പ്രയോഗിക്കാനും കൂടിയുള്ളതാണ്. നമ്മൾക്കുള്ള അറിവുകൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. തെറ്റായ അറിവുകൾ സമയത്ത് തന്നെ തിരുത്തേണ്ടതാണ്. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ മടി വിചാരിക്കേണ്ടതില്ല. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണം എന്നില്ലല്ലോ. നമ്മൾ ഓരോരുത്തർക്കും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾക്ക് നേരായ അറിവ് നേടാൻ സാധിക്കട്ടെ. അധ്യായം 15. ലോകത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും പ്രധാനമായിട്ട് വേണ്ടത് അറിവാണ്. തോൽവികളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പലപ്പോഴും തോൽവികൾ നമ്മൾക്ക് നിരാശകൾ നൽകിയേക്കാം. എങ്കിൽ കൂടിയും അതിനെയെല്ലാം മറികടന്നാൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ട് വിജയസാധ്യതകൾ നേടാൻ സാധിക്കുകയുള്ളൂ. നേരായിട്ടുള്ള അറിവുകൾ മാത്രമാണ് നമ്മൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. തെറ്റായിട്ടുള്ള അറിവുകൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ വിരൽ തുമ്പിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അതിൽ നിന്നും ശരിയായവ കണ്ടെത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ്. ലോകം നമ്മൾക്ക് മുൻപിൽ ഒരുപാട് അറിവുകൾ നൽകുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾക്ക് ആവശ്യം ആയവ മാത്രം സ്വീകരിക്കുക. നമ്മൾക്ക് അറിവ് സമ്പാദിക്കാൻ കഴിയണം. ചിലപ്പോഴൊക്കെ അറിവുകൾ നേടാൻ ഒരുപാട് വില നൽകേണ്ടതായിട്ട് വന്നേക്കാം. അറിവുകൾ കണ്ടെത്താൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾക്ക് വേണ്ട അറിവ് ലഭിക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ വേണ്ട രീതിയിൽ ചെലവഴിച്ചാൽ മാത്രമാണ് ശരിയായ അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ എത്ര കണ്ടുപിടുത്തങ്ങളാണ് ഓരോ മനുഷ്യർ നടത്തിയിട്ടുള്ളത്. അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് പിൽക്കാലത്ത് ഓരോ കാര്യങ്ങളും സുഖപ്രദമായി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്നലകൾ ദുഃഖദുരിതമായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇന്നലകളിൽ നിന്നും ഒരുപാട് അറിവുകൾ നേടിയെടുത്തു എന്നതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിഷയങ്ങളിലായിരിക്കും അറിവുകൾ വേണ്ടി വരിക. ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെ കൂടുതൽ ലാഭകരമായി ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടി വരിക. ബിസിനസ് തുടങ്ങാൻ പോകുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ബിസിനസ് ആരംഭിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അറിവായിരിക്കും വേണ്ടി വരിക. നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. നമ്മൾ നേടുന്ന അറിവുകൾ നല്ലതും മോശമായതും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും ഒരു പക്ഷേ തെറ്റിയേക്കാം, ചിലപ്പോൾ ശരിയായേക്കാം. അതെല്ലാം കാലം നമ്മൾക്ക് ബോധ്യമാക്കി തരും. പണം ഉണ്ടായതുകൊണ്ട് സന്തോഷം നേടാൻ കഴിയണമെന്നില്ല. പണം ഇല്ലാത്തത് കൊണ്ട് സന്തോഷം ഉണ്ടാവില്ല എന്നുമില്ല. നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ്. അതിന് നിയന്ത്രണം നമ്മൾക്ക് മാത്രമാണ്. വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. അതിനെയെല്ലാം ധീരമായി നേരിടാൻ നമ്മൾക്ക് ശരിയായ അറിവുകൾ ആവശ്യമാണ്. സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോരുത്തർക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ പരിശ്രമങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾ വിജയത്തിലെത്താൻ ഒത്തിരി പരിശ്രമിക്കേണ്ടതുണ്ട്. കഷ്ടപ്പെടാതെ ആർക്കും ഒന്നും നേടാൻ കഴിയില്ലല്ലോ. നമ്മുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് അറിവ് സ്വന്തമാക്കാൻ പരിശ്രമിക്കുക. നമ്മൾക്ക് കിട്ടിയ ശരിയായ അറിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണെങ്കിൽ മാത്രം പകർന്നു കൊടുക്കുക. അറിവുകൾ വർദ്ധിപ്പിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ലഭിച്ച തെറ്റായ അറിവുകൾ തിരുത്താൻ തയ്യാറാവുക. ശരിയായ വിധത്തിൽ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളർച്ച കൈവരിക്കാൻ ഇടയാകട്ടെ. 16. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വന്തം രാജ്യത്തും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി അവകാശം നൽകിയിട്ടുണ്ട്. പല സാഹചര്യത്തിലും അവകാശങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ ലഭിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ അറിയാമെന്നതുകൊണ്ട് പൊതുനിരത്തിൽ കൂടി വാഹനം ഓടിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നില്ല. അതിന് ആ വ്യക്തിക്ക് വാഹന നിയമം അനുശാസിക്കുന്ന പ്രായമാകേണ്ടതും ലൈസൻസ് നേടേണ്ടതുമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി പോരാടാൻ നമ്മുടെ പൂർവികർ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ ചരിത്രങ്ങളിൽ കാണാം. അവരുടെ പരിശ്രമം കൊണ്ടാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ട പലതും തിരിച്ചെടുക്കാൻ സാധിച്ചത്. ഒരു വ്യക്തിക്ക് അർഹമായ അവകാശം നിഷേധിക്കുന്നത് ഏറെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. ഏതൊരു കാര്യത്തിലും അവകാശം നേടാൻ അതിൻ്റെതായ പരിശ്രമം ആവശ്യമാണ്. ഈ ലോകത്തുള്ള പലതിലും അവകാശം നേടാൻ പണം ആവശ്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലം ഇന്നലെകളിൽ മറ്റൊരാൾ ആയിരുന്നു അവകാശിയെങ്കിൽ നാളെകളിൽ മറ്റൊരാൾ ആയിരിക്കും അവകാശിയായിട്ട് ഉണ്ടാവുക. നമ്മൾ ആരും ഈ ലോകത്ത് ഒരു പരിധിയിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. മരണം വഴി ഈ ഭൂമിയിലുള്ള അവകാശം നമ്മളിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. പ്രായമാകുന്തോറും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമെന്നത് പ്രപഞ്ച സത്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരം കാത്ത് പരിപാലിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ശരീരം മുന്നോട്ട് പ്രവർത്തിക്കുക. നമ്മൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. പ്രകൃതി നമ്മൾക്ക് സമൃദ്ധമായി നൽകുന്ന വായു, ജലം ഉള്ളതുകൊണ്ടാണ് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിതം നിലനിർത്താൻ സാധിക്കുന്നത്. വില കൊടുത്ത് നേടാൻ കഴിയാത്ത അവകാശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നമ്മൾക്ക് ലഭിച്ച അവകാശം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ പല സാഹചര്യത്തിൽ നമ്മുടെ അവകാശം മറ്റൊരാൾക്ക് കൈമാറേണ്ടി വന്നേക്കും. നമ്മൾക്ക് ലഭിച്ച അവകാശങ്ങൾ നഷ്ടപ്പെടാനും പുതിയ അവകാശങ്ങൾ ലഭിക്കാനും ഏതാനും നിമിഷം മാത്രം മതി. പ്രകൃതി ദുരന്തം വഴിയായി എത്ര മനുഷ്യരുടെ ജീവിതമാണ് ദുരിതത്തിലായത്. നമ്മൾക്ക് ശേഷം പുതിയ തലമുറ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവകാശം കൈമറിയുകയുള്ളൂ. ആരും അവകാശികളായിട്ടില്ലെങ്കിൽ പൊതുസ്വത്തായിട്ട് മാറുമല്ലോ. അവകാശത്തിന് വേണ്ടി അനാവശ്യമായി തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. നിയമം കൃത്യമായി അവകാശമുള്ളവർക്ക് മാത്രമാണല്ലോ അനുകൂലം ആവുക.
റോഡിൽ കിടന്നു നമ്മുടേതല്ലാത്ത പണം കളഞ്ഞു കിട്ടിയാൽ അതിൻ്റെ അവകാശം നമ്മൾക്ക് ലഭിക്കില്ല. അതിന് യഥാർത്ഥ അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മൾ ഒരിക്കലും നമ്മൾക്ക് അവകാശമില്ലാത്തവ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. നമ്മളെ മറ്റൊരാളെ വേദനിപ്പിച്ചോ ദ്രോഹിച്ച് കൈക്കലാക്കുന്ന ഒന്നും നമ്മൾക്ക് സമാധാനവും സന്തോഷവും നേടിത്തരില്ല എന്നത് മറക്കാതിരിക്കുക. നമ്മൾക്ക് ലഭിച്ച അവകാശങ്ങളെ വേണ്ടതുപോലെ ഇനിയുള്ള കാലം പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. 17 പലരുടെയും വിഷമത്തിനുള്ള പ്രധാന കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നമ്മളോട് കാണിക്കുന്ന അവഗണനയാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പലതിനോട് നമ്മൾക്ക് അവഗണിക്കേണ്ടി വന്നേക്കും. വേണ്ടപ്പെട്ട പലതും അവഗണിച്ചാൽ പിന്നീടായിരിക്കും അതുമൂലമുണ്ടാകുന്ന വേദനകൾ അനുഭവിക്കേണ്ടി വരിക. മുതിർന്നവർ പറയുന്ന പല കാര്യങ്ങളും ശരിയായിരുന്നുവെന്ന് നമ്മൾക്ക് തിരിച്ചറിയുക ഒരുപക്ഷേ കാലങ്ങൾ ഒരുപാട് എടുത്തിട്ടായിരിക്കും. നമ്മൾക്ക് ലഭിച്ച അവഗണനകൾ നമ്മൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് മറ്റുള്ളവർ നമ്മളെ അവഗണിക്കാൻ ഒത്തിരി കാരണങ്ങൾ അവർക്കൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മൾക്ക് അവരെ പോലെ കഴിവില്ലാത്തതാകാം, സൗന്ദര്യമില്ലാത്തതാകാം, സമ്പത്തില്ലാത്തതാകാം, വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതാവാം, നല്ലൊരു ജോലി ഇല്ലാത്തതാകാം. അവഗണന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുക. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവരും അവഗണിക്കുന്നു എന്ന് കരുതുക. നമ്മളെ ആരൊക്കെ അവഗണിച്ചാലും അവരോടൊന്നും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളുകൾ ആരുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് തിരിച്ചറിയുന്ന സമയം വരും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യവും മറ്റുള്ളവരെ അവഗണിച്ചാൽ പോലും നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ അതൊന്നും ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. വിജയം എന്നത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുക എന്നത് നമ്മുടെ ചുറ്റുപാടും വിജയം നേടിയവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. പലരും നമ്മുടെ പരിശ്രമത്തെ തളർത്താൻ ശ്രമിച്ചെന്ന് വരാം. അവിടെ തളരാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾക്ക് മുന്നിലുള്ള ഓരോ സൂചനകളും നമ്മളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീടുള്ള കാലം അതിൻ്റെ പേരിൽ വിഷമിച്ചേക്കാം. കറിയിൽ സ്വാദുണ്ടാവണമെങ്കിൽ അതിൽ ചേരേണ്ട ചേരുവകൾ കൃത്യമായ അളവിൽ ഉണ്ടാവേണ്ടതുണ്ടല്ലോ. ഉപ്പ് രസം കറിക്ക് കിട്ടില്ലല്ലോ. നമ്മുടെ ആവശ്യമനുസരിച്ച് അവഗണിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അവയെ അവഗണിച്ചില്ല എങ്കിൽ അതിൻ്റെ പേരിൽ പ്രയാസം നേരിടേണ്ടി വരും എന്നത് മറക്കരുത്. താൽക്കാലിക സുഖത്തിന് വേണ്ടി അവഗണിക്കേണ്ടവ പരിഗണിച്ചാൽ പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വന്നേക്കാം എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കണം. വയറു നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ലല്ലോ. ഭക്ഷണം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്ന് വന്നേക്കാം. അവഗണന വേണ്ടത് അവഗണിക്കാനും പരിഗണന വേണ്ടത് അവഗണിക്കാതിരിക്കാനും സാധിക്കട്ടെ. അധ്യായം 18 നമ്മൾ ഓരോ അവസരവും കാത്തിരിക്കുന്നവരാണ്. അവസരങ്ങൾ എപ്പോഴും നമ്മൾക്ക് മുന്നിൽ ലഭിക്കണമെന്നില്ല. അവസരങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് ഒരു പക്ഷേ ദുഃഖിക്കേണ്ടി വന്നേക്കാം. അവസരങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ലല്ലോ. മുന്നോട്ട് ഒത്തിരി ദൂരം സഞ്ചരിക്കാൻ ഒരുപാട് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓരോ അവസരത്തിനും കാലപരിധിയുണ്ട്. അതിനപ്പുറം ആ അവസരം നമ്മൾക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല. നമ്മൾക്ക് കിട്ടിയ അവസരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയവരാണ് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞുപോയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനിയുള്ള അവസരങ്ങൾ തേടി കണ്ടെത്തി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. ചുറ്റിലുമുള്ള അവസരങ്ങൾ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. അവസരം ഒരിക്കൽ മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുക എന്ന ചിന്തയിൽ കിട്ടിയ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അവസരം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനായി നല്ല അവസരങ്ങൾ തേടുന്നവരാണ്. എപ്പോഴാണ് നല്ല അവസരം കിട്ടുക എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കൽ നമ്മൾക്ക് നല്ല അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ പ്രതിസന്ധികളിൽ എല്ലാം അവസരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അത് ശരിയായ വിധത്തിൽ കണ്ടെത്തുന്നതിലാണ് വിജയമുള്ളത്. പരാജയങ്ങൾക്ക് നടുവിലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞത് അവർ അവസരം കിട്ടുന്നതുവരെ തളരാതെ പോരാടിയത് കൊണ്ടാണ്. നമ്മൾക്ക് പറ്റിയ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 19 ജീവിതത്തിൽ ഒത്തിരി നല്ല അവസരങ്ങൾ നമ്മളെ തേടിയെത്താറുണ്ട്. പല നല്ല അവസരങ്ങളും നമ്മളായിട്ട് ഉപേക്ഷിക്കാറുമുണ്ട്. ഇപ്പോൾ കിട്ടിയതിനേക്കാൾ നല്ല അവസരങ്ങൾ ഭാവിയിൽ വന്നു ചേർന്നേക്കാം എന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താതെ പോയവരും ഉണ്ടായേക്കാം. പലപ്പോഴും അവസരം നമ്മളെ തേടി വരില്ല, നമ്മളായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. നമ്മൾക്ക് കിട്ടിയ അവസരങ്ങളെ എങ്ങനെ വിനിയോഗിച്ചു എന്നത് വളരെ പ്രധാനമാണ്. കിട്ടിയ അവസരങ്ങളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ പിന്നീട് അതോർത്ത് ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നഷ്ടപ്പെട്ട അവസരങ്ങൾ
പിന്നീട് ഒരിക്കൽ തീർച്ചയായും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏതെങ്കിലും ഒരു അവസരം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു അവസരങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായി നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരവും വിവേകത്തോടെ ചിന്തിച്ചുകൊണ്ട് നല്ലതാണോ മോശമായതാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മോശമായ അവസരങ്ങളെ ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന എന്ത് അവസരമായിക്കൊള്ളട്ടെ അതെല്ലാം നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതാകണം. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇടവരുത്തുന്നതാകരുത്. നല്ല അവസരങ്ങൾക്കായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പ്രതികൂല സാഹചര്യത്തിൽ നല്ല അവസരങ്ങൾ കണ്ടെത്തുക. നമ്മൾക്ക് എന്ത് നേട്ടമുണ്ടാവണമെങ്കിലും അതിനുള്ള അവസരം കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ബിസിനസ്സിൽ വിജയിക്കാൻ, ബിസിനസ് നടത്താനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ തന്നെ നമ്മൾക്കുള്ള നല്ല കഴിവുകൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരത്തിനുള്ള വഴികൾ തുറന്നിടുക. ലോകത്തിന് മുന്നോട്ട് പോകാൻ ഒത്തിരി നല്ല അവസരങ്ങൾ ഇനിയും ഏറെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്തമില്ലാതെ കിട്ടിയ അവസരത്തെ പാഴാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ച എത്ര സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുള്ളത്. പലവിധ സാഹചര്യങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും നമ്മളിൽ പലർക്കും കിട്ടിയ അവസരങ്ങൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. നഷ്ടങ്ങളിൽ തളരാതെ അവസരം അന്വേഷിക്കുക. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് ഓരോരോ അവസരങ്ങൾ. നമ്മൾക്ക് കിട്ടിയ നല്ല അവസരങ്ങളെ തെറ്റായി ഉപയോഗിച്ചാൽ പിന്നീടുള്ള കാലം ഒരു പക്ഷേ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വന്നേക്കാം. പരീക്ഷകളിൽ പരാജയങ്ങളുണ്ടായേക്കാം. ചില സാഹചര്യങ്ങളിൽ വീണ്ടും കുറച്ച് അവസരങ്ങൾ കൂടി നൽകാറുണ്ട്. പരീക്ഷ എഴുതാനുള്ള അവസാന അവസരവും വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നീട് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാകണമെന്നില്ല. ഇന്നിപ്പോൾ ഒത്തിരി മേഖലകളിൽ നിരവധി അവസരങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ അവസരങ്ങളിലേക്ക് ചെന്നെത്തിപ്പെടാൻ നമുക്കൊക്കെ ഒരു പക്ഷേ കഴിയുകയുള്ളൂ. നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായുള്ള നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലം മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കരുത്. നമ്മൾക്ക് കിട്ടിയ അവസരം എന്തുമാകട്ടെ, കിട്ടിയ അവസരത്തെ ആ സാഹചര്യത്തിൽ അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. നമുക്ക് കിട്ടേണ്ട നല്ല അവസരങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർ തടഞ്ഞു വെച്ചേക്കാം, മറ്റാരെങ്കിലും കൈക്കലാക്കിയേക്കാം. അതിലൊന്നും തളരാതെ സത്യത്തിന് വേണ്ടി മാത്രം പോരാടുക. ഇന്ന് നമ്മളെ അവഗണിക്കുന്നവർ നാളുകളിൽ നമ്മളെ പരിഗണിക്കുവാനുള്ള അവസരം ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നല്ല നല്ല അവസരങ്ങളെ കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 20. നമ്മൾക്ക് ഓരോ നേട്ടങ്ങളും നേടാൻ സാധിച്ചിട്ടുള്ളത് അവസരങ്ങൾ ശരിയായ വിധത്തിൽ ലഭിച്ചത് കൊണ്ടാണ്. അവസരങ്ങളില്ലെങ്കിൽ ആർക്കും തന്നെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ ചുറ്റിലും ഒരുപാട് അവസരങ്ങളുണ്ട്. പലപ്പോഴും അവസരം കണ്ടെത്താൻ പലർക്കും കഴിയുന്നില്ല. അവസരം ആരെങ്കിലും ഒരിക്കൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ആ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഓരോ ബിസിനസ്സും ആരംഭിക്കാൻ പ്രധാന കാരണം ആ ബിസിനസ് തുടങ്ങാനുള്ള അവസരം ലഭിക്കുന്നത് കൊണ്ടാണ്. പല ബിസിനസ്സുകൾ നിർത്തലാക്കുന്നത് ആ ബിസിനസ് വഴി നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് അറിവ് നേടാൻ സാധിച്ചതിൽ വിദ്യാലയങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ പിന്നീട് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ആർക്കും നൽകാൻ സാധിക്കില്ലല്ലോ. കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നോക്കുക. അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാലാണ് മുന്നോട്ട് കൂടുതൽ അവസരങ്ങൾ നമ്മൾ തേടി വരികയുള്ളൂ എന്നത് മറക്കാതിരിക്കുക. നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് തളരാതെ പോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കുമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ട അവസരങ്ങൾ ഒരുക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 21. നമ്മളിൽ പലരും കഴിഞ്ഞ കാല അവസ്ഥകളിൽ വളരെയേറെ ദുഃഖിച്ചിരുന്നവർ ആയിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്നവർ ആയിരിക്കാം. ഇന്നിപ്പോൾ ആ അവസ്ഥകളിൽ നിന്നും ഒത്തിരി മാറാൻ സാധിച്ചിട്ടുള്ളത് ആ അവസ്ഥകളെ ശരിയായ വിധത്തിൽ പരിശ്രമം കൊണ്ട് അതിജീവിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. നമ്മളോ നമ്മുടെ ചുറ്റിലുമുള്ളവരോ പരിശ്രമിക്കാതെ ഒരിക്കലും നമ്മുടെ മോശം അവസ്ഥകളിൽ നിന്നും മോചനം നേടാൻ കഴിയില്ലല്ലോ. പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ ഓരോ മനുഷ്യരും അവരുടെ ജീവിതകാലത്തിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാളുകൾ എങ്ങനെ ആയിരിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ലല്ലോ. ഏതൊരു മനുഷ്യൻ്റെയും മോശം അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ. നമ്മൾ വിചാരിക്കാതെ പരിശ്രമിക്കാതെ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നില്ല. കാലം മാറുന്നതനുസരിച്ച് എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ പ്രകൃതി തന്നെ ഓരോ കാലാവസ്ഥ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ ഇരിക്കാൻ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ തളർത്താനും വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയും അതിനെയെല്ലാം ചേർത്ത് തിളപ്പിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്നും ഒരേ അവസ്ഥ തന്നെ ആകണം എന്നില്ല. അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ, നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. അധ്യായം 22. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയും നമ്മളിൽ പലർക്കുമുണ്ട്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഏതു നിമിഷവും മാറി മറിയാം. ചിലപ്പോൾ രോഗം, ദുരന്തം, സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ കാരണങ്ങളിൽ പലതുകൊണ്ടും ആയിരിക്കാം മനുഷ്യരുടെ നല്ല അവസ്ഥകളിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത്. മനുഷ്യരുടെ ഓരോ അവസ്ഥകൾ ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല.
നമ്മുടെ ചുറ്റിലുമുള്ളവരുടെയും മോശം അവസ്ഥകൾക്ക് നമ്മൾ വഴി മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമം ആവശ്യമാണ്. ഏതൊരു അവസ്ഥകൾക്കും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിശ്ചയമായും വേണ്ടത് പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഇന്ന് എത്ര സമ്പന്നതയിൽ കഴിഞ്ഞാലും നാളേകൾ അങ്ങനെ തന്നെ കഴിയണമെന്നില്ല. ജീവിതത്തിലുണ്ടാകുന്ന മോശം അവസ്ഥകളെ നേരിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മോശം അവസ്ഥകളിൽ പോലും പോസിറ്റീവായി ചിന്തിച്ചു പ്രവർത്തിച്ചവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മോശം അവസ്ഥകളെ തരണം ചെയ്യാൻ നമ്മൾ തന്നെ വിശ്വസിക്കണം. നേട്ടങ്ങൾ നേടാൻ കഴിവുണ്ടെന്നുള്ള ബോധ്യം അവരവർക്ക് തന്നെ ഉണ്ടാവണം. മറ്റുള്ളവരുടെ അവസ്ഥ പലപ്പോഴും നമ്മൾക്ക് അറിയണമെന്നില്ല. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവസ്ഥ മനസ്സിലാക്കാതെ ആരോടും മോശമായി പ്രതികരിക്കാതിരിക്കുക. അധ്യായം 23. ജീവിതത്തിൽ നമ്മൾക്ക് പലതരത്തിലുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഓരോ മനുഷ്യർക്കും ഏതൊക്കെ അവസ്ഥകളാണ് ഭാവിയിൽ നേരിടേണ്ടി വരികയെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. നമ്മളിൽ പലരും കരുത്ത് നേടിയിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളെ ധീരതയോടെ നേരിട്ടത് കൊണ്ടാണ്. ഇന്നലകൾ നമ്മൾക്കുണ്ടായ വിഷമങ്ങൾ കാലങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും. കാലമാണ് നമ്മുടെ മുറിവുകൾ സുഖമാക്കുന്നത്. കഷ്ടതയിൽ കൂടി കടന്നുപോയവർക്ക് എത്ര സുഖസൗകര്യം ലഭിച്ചാൽ പോലും പഴയ ഓർമ്മകൾ മനസ്സിലുണ്ടാവും. നമ്മുടെ ഇന്നിൻ്റെ പ്രവൃത്തികളാണ് നാളെകളിൽ നമ്മുടെ ഫലം നിർണ്ണയിക്കുന്നത്. നേട്ടങ്ങളൊന്നും തന്നെ ആർക്കും വെറുതെ കിട്ടുന്നതല്ല. ഓരോ നേട്ടത്തിനും പിന്നിലും അതിൻ്റേതായ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാകും. കഷ്ടപ്പെടാതെ നേട്ടം സ്വന്തമാക്കാൻ എളുപ്പമല്ല. കഷ്ടപ്പാടും ദുരിതവും നമ്മളിൽ നിന്നും വിട്ടകലാൻ സമയം ആവശ്യമാണ്. അതുവരെ അവയെല്ലാം നേരിടേണ്ടി വരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങൾക്ക് പിറകിലും ഇന്നലകളിൽ ഓരോരുത്തരുടെയും കഷ്ടപ്പാടും വേദനയുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണത് നമ്മുടെ അമ്മ നമ്മളെ ഗർഭാവസ്ഥയിൽ വേണ്ടതുപോലെ പരിപാലിച്ചത് കൊണ്ടാണ്. നമ്മുടെ അവസ്ഥ എത്ര മോശമായിക്കോട്ടെ അതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. നമ്മൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. മറ്റുള്ളവരുടെ നമ്മുടെ കഴിവനുസരിച്ച് സഹായിക്കുക. നമ്മൾ ഇന്നിവിടെ വരെ എത്തിയത് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ സഹായിച്ചത് കൊണ്ടാണ്. ഇന്നലെയും ഇന്നും നമ്മളെ സഹായിച്ചവർ നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ലല്ലോ. നമ്മളെ സഹായിച്ചവർ ഒരിക്കലും അവർക്ക് തിരിച്ചു സഹായം കിട്ടാൻ വേണ്ടിയല്ല നമ്മളെ സഹായിച്ചിട്ടുണ്ടാവുക. പകരം നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും ശരിയായ വിധത്തിൽ നേരിടാൻ സാധിക്കട്ടെ. അധ്യായം 24. നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് ചെയ്യുന്ന കാര്യത്തിൽ അശ്രദ്ധ വരുത്തുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് ഉയർച്ചകൾ നേടണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധ കൊണ്ടുവരരുത്. എത്രയോ വ്യക്തികളുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ അശ്രദ്ധ മൂലം ദുഃഖത്തിലായിട്ടുള്ളത്. നമ്മൾക്ക് എല്ലാം തികഞ്ഞു എന്ന് കരുതുമ്പോഴാണ് പലതിൽ നിന്നും പതിയെ അശ്രദ്ധ അകലുന്നത്. ചെറിയ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ പോലും അത് വലിയ വിപത്തിന് തന്നെ കാരണമായേക്കാം. ഓരോ ജോലിക്കും അതിൻ്റെതായ ശ്രദ്ധ വളരെയേറെ ആവശ്യമാണ്. ശ്രദ്ധക്കുറവ് നമ്മളിൽ ഉണ്ടാവാൻ ഒത്തിരി കാരണമുണ്ടായേക്കാം. ഉറക്കം വന്നാൽ, ക്ഷീണം അനുഭവപ്പെട്ടാൽ, വിശപ്പ് അനുഭവപ്പെട്ടാൽ, വിശ്രമമില്ലാതെ കുറേ നേരം ഒന്നിൽ ശ്രദ്ധിച്ചാലൊക്കെ പതിയെ ഒരു പക്ഷേ ശ്രദ്ധക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധ നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നാളുകൾ കഴിഞ്ഞായിരിക്കും ആരോഗ്യത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നുവെന്ന് തിരിച്ചറിവ് ഒരു പക്ഷേ ഉണ്ടാവുന്നത്. ഇന്നിൻ്റെ തോൽവികൾക്ക് കാരണം ഇന്നലകളിൽ നമ്മൾ വരുത്തിയ അശ്രദ്ധയാണ് പ്രധാനമായിട്ടും കാരണമായിട്ടുണ്ടാവുക. അശ്രദ്ധയിൽ നിന്നും ശ്രദ്ധ നമ്മൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ കിട്ടിയാൽ നേട്ടങ്ങളിലേക്ക് എളുപ്പം ചെന്നെത്താം. വീഴ്ചകൾ ഉണ്ടാവാൻ എളുപ്പമാണ്. വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ശ്രദ്ധ കൂടിയേ തീരും. ഒരു മനുഷ്യന് ഒരു പരിധിയിൽ കൂടുതൽ സമയം ഒരു കാര്യത്തെ തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്പം നേരമെങ്കിലും വിശ്രമം ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് പുറകിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കാണ്. നമ്മൾ ഒരു കാലത്തോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയ പലതും പിൽക്കാലത്തോ നമ്മളെ ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. മക്കളെ ശ്രദ്ധയോടെ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ടത് മക്കളുടെ കടമയാണ്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നത് നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും മനസ്സിലാക്കണം. അധ്യായം 25. നമ്മുടെ ചുറ്റിലും ദിനം പ്രതി എത്രയെത്ര അസാധാരണമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്ത അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നതിന് പിന്നിൽ പലപ്പോഴും വില്ലനാകുന്നത് ശ്രദ്ധയില്ലായ്മയാണ്. സാധാരണ ഒരിക്കലും ഉണ്ടാവാത്ത കാര്യങ്ങൾ അസാധാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ നൽകുന്നത് കൊണ്ടാണ്. പ്രകൃതിയെ മനുഷ്യർ ചൂഷണം ചെയ്തത് വഴിയായി കാലാവസ്ഥകളിൽ വലിയൊരു മാറ്റത്തിനും പ്രകൃതി ദുരന്തത്തിനും വരെ കാരണമായി. നമ്മൾ ഇന്നലകളിലും ഇന്നുമായി വരുത്തുന്ന തെറ്റുകളുടെ ഫലം അനുഭവിക്കേണ്ടി വരിക നാളുകൾ ആയിരിക്കും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. മറ്റുള്ളവരുടെ കണ്ണിൽ നേടാൻ സാധിക്കാത്തത് നമ്മൾ നേടുമ്പോൾ അവർക്കൊക്കെ
അതെല്ലാം അസാധാരണമായ കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അതെല്ലാം സാധാരണമായ കാര്യങ്ങളാണ്. ഉയർന്ന ലക്ഷ്യങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് അസാധാരണമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മനസ്സിൽ അസാധാരണമായവ മറ്റൊരാൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടാകും. അപൂർവമായി സംഭവിക്കുന്നത് നമ്മൾക്ക് എന്നും അസാധാരണമായ കാര്യമാണ്. മുൻപൊന്നും കാണാത്ത കാഴ്ചകൾ, അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ അതെല്ലാം അസാധാരണമായവ ആയിരിക്കുമല്ലോ. അതുവരെ അത്തരം ഒരു സംഭവം മുൻപൊന്നും ഉണ്ടായതായിട്ട് അറിവില്ലാത്ത കൊണ്ട് അസാധാരണമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നതും അസാധാരണമായവയെ ശരിയായ വിധത്തിൽ നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അസാധാരണമായവ നമ്മുടെയൊക്കെ ചുറ്റിലും ഏത് നിമിഷവും സംഭവിക്കാം. ആ സാഹചര്യം ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്കാകട്ടെ. അധ്യായം 26. ഈ ലോകത്ത് സാധ്യമാകുന്നതിന് തൊട്ട് മുൻപ് വരെ എല്ലാം അസാധ്യമായിരുന്നു. നമ്മൾ ഈ ലോകത്ത് വന്നത് നമ്മുടെ ആരുടെയും ഇഷ്ടപ്രകാരമല്ലല്ലോ. ഈ ഭൂമിയിൽ നിന്നും പോകുന്നതും ഇഷ്ടമായിട്ടുമൊന്നും അല്ലല്ലോ. പ്രശ്നങ്ങളിൽ നിന്നുമാണ് പലർക്കും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നത്. നമ്മൾ പലർക്കും പല കാര്യങ്ങളും ഒരു പക്ഷേ അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് നമ്മളിൽ പലർക്കും അതൊക്കെ വളരെ എളുപ്പമാകുന്നത് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടാൻ ഒരുക്കമാകുമ്പോഴാണ്. നമ്മുടെ മുന്നിട്ടുള്ള ഓരോ യാത്രയിലും പലരും നമ്മളോട് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു തന്നിരിക്കും. അവിടെ നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ നമ്മൾ ഒരിക്കലും സാധ്യതയിലേക്ക് കടക്കില്ല. നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള അസാധ്യതകൾ നമ്മളെ വിട്ടകലുകയുള്ളൂ. ചില കാര്യങ്ങൾക്ക് ഒറ്റ നിമിഷം മതിയല്ലോ നേടാനും നഷ്ടപ്പെടാനും. നമ്മൾ നമ്മുടെ സ്വന്തം വില മനസ്സിലാക്കി മുന്നോട്ട് യാത്ര ചെയ്യുക. നമ്മൾ തളർത്താനും നിരുത്സാഹപ്പെടുത്താനും പലരും ഉണ്ടായേക്കാം. അവിടെയെല്ലാം ഉത്തമ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകും. ഇന്ന് ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഈ നിമിഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. ഇന്നലകളിൽ അസാധ്യം എന്ന് കരുതിയ പലതുമാണ് നമ്മൾ ഇന്നിപ്പോൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്ന പല കാര്യങ്ങളും. അധ്യായം 27. ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നത് അസാധ്യമായി ഒന്നുമില്ല എന്ന ഒരു ചിന്തയാണ്. നമ്മുടെ മുന്നിൽ പല പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിരാശപ്പെട്ടുകൊണ്ട് സാധ്യതകൾ കണ്ടെത്താൻ കഴിയാതെ പോകാറുണ്ട്. ഇന്ന് നമ്മൾ നേടിയെടുത്തത് എല്ലാം ഒരു പക്ഷേ ഇന്നലകളിൽ നമ്മൾ അസാധ്യമാണെന്ന് ഒരു പക്ഷേ ചിന്തിച്ച കാര്യമായിരുന്നിരിക്കാം. നമ്മൾ പലപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കാത്തതിന് കാരണം നമ്മളെ ചുറ്റിലുമുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത് കൊണ്ടാകാം. നമ്മുടെ കഴിവ് നമ്മൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുക. നമ്മുടെ കഴിവുകൾ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ മുന്നിൽ അസാധ്യതകൾ മാത്രമായിരിക്കും ഒരു പക്ഷേ നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അസാധ്യതകൾ നമ്മുടെ മുന്നിൽ സാധ്യത ആക്കണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെടാൻ നമ്മൾ ഒരുക്കമാകണം. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ കാര്യവും ഇന്നലകളിൽ അസാധ്യമാണെന്ന് കരുതിയവയാണ്. അസാധ്യമെന്ന് പറഞ്ഞ പലതും സാധ്യമാക്കിയത് പലരുടെയും നിരന്തരമായിട്ടുള്ള പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു പക്ഷേ നേടാൻ കഴിയുന്നതിൽ പരിമിതികൾ ഉണ്ടായെന്ന് വരാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് കരുതിയ നല്ല കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള ശ്രമം തുടരേണ്ടതുണ്ട്. ഒരു കാലത്ത് ആകാശത്തു കൂടെ പറക്കുക എന്നത് മനുഷ്യർക്കൊരു സ്വപ്നം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വിമാനം കണ്ടെത്തലിലൂടെ മനുഷ്യർക്ക് സാധ്യമായിരിക്കുന്നു. നമ്മൾ കരുത്തരാണ്, നമ്മൾക്ക് കഴിവുകളുണ്ട്. അത് ശരിയായ വിധത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. മരണം മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രായം കൂടുന്തോറും നമ്മുടെ ശാരീരിക പ്രകൃതി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അതിനെ തടയാൻ നമ്മളെല്ലാവർക്കും പരിമിതികൾ ധാരാളമുണ്ട്. നാളെകളിൽ നമ്മൾക്ക് ചുറ്റിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ആർക്കും മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. നമ്മൾക്ക് സംഭവിക്കുന്ന ഓരോ നഷ്ടവും നമ്മൾക്ക് തടയാൻ സാധിക്കാത്തത്, അടുത്ത നിമിഷം നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആർക്കും തന്നെ മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. വരും കാലങ്ങളിൽ അസാധ്യം ആയവ എന്ന് കരുതിയ പലതും അസാധ്യം അല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റിലുമുള്ള പലരുടെയും പരിശ്രമങ്ങൾക്ക് കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുക, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും നമ്മളെക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഒരാളുടെ മോശം അവസ്ഥകളെ ശരിയായ വിധത്തിൽ നേരിടാൻ ആ വ്യക്തിക്ക് കഴിയുന്നത് ചുറ്റിലുമുള്ള പലരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. ഇന്ന് അസാധ്യം എന്ന് കരുതിയവ നാളെകളിൽ സാധ്യമാവാൻ വേണ്ടി ഈ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിലുള്ള അനവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് ഇനിയുള്ള നാളുകളിൽ സാധിക്കട്ടെ. അധ്യായം 28. മനുഷ്യർക്ക് പല സാഹചര്യങ്ങളിലും അഹങ്കാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യർ അഹങ്കരിക്കുന്നത് അവരുടെ പക്കലെല്ലാം ഉണ്ടെന്ന് തോന്നൽ വരുമ്പോഴാണ്. എത്ര അഹങ്കാരം ഉള്ള വ്യക്തിയാണെങ്കിലും എല്ലാം ഇല്ലാതെയാകാൻ നിമിഷ നേരം മാത്രം മതി. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഒത്തിരി ആളുകളുടെ സഹായമുള്ളത് കൊണ്ടാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മളെ ആരും നോക്കിയില്ല എങ്കിൽ നമ്മൾക്ക് ഇന്നിപ്പോൾ അഹങ്കരിക്കാൻ കഴിയുമായിരുന്നു. ഈ ദിവസം നമ്മൾക്ക് ആയുസ് നീട്ടിക്കിട്ടിയില്ലെങ്കിൽ അഹങ്കരിക്കാൻ കഴിയുമായിരുന്നു. എത്ര സമ്പത്തുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും
ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. എല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹമായി കാണുക. നമ്മൾക്ക് സമ്പത്ത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ ശ്രമിക്കുക. നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ ചുറ്റിലുമുള്ളവർ വളരാൻ സഹായിക്കുക. നമ്മൾ തളർന്നു വീണാൽ എഴുന്നേൽപ്പിക്കാൻ ചുറ്റിലും ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വേണം. എനിക്ക് പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചു അഹങ്കരിക്കാതിരിക്കുക. പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത പലതും ഈ ലോകത്തുണ്ട് എന്നത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട പലതും എത്ര പണം മുടക്കിയാലും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾക്കുള്ള സമ്പത്തിൻ്റെ പേരിൽ, കഴിവിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, ജോലിയുടെ പേരിൽ, വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ ആരോടും അഹങ്കരിക്കാതിരിക്കുക. അധ്യായം 29. എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. നമ്മൾക്ക് ചുറ്റിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പലപ്പോഴും ആകർഷിക്കാറുണ്ട്. പണം, ജോലി, അധികാരം, സൗന്ദര്യം, കഴിവ്, സുഖസൗകര്യങ്ങൾ, ബഹുമാനം, സമ്പൽ സമൃദ്ധി, വിജയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ആകർഷിക്കാറുണ്ട്. നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഒരു സമയം കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് അതുപോലെ തന്നെ ആകർഷിക്കണം എന്നില്ല. കളിപ്പാട്ടങ്ങൾ കുഞ്ഞുകുട്ടികളെയാണ് പൊതുവെ ആകർഷിക്കുക. ആകർഷിച്ചവ കിട്ടുന്നതിന് വേണ്ടി വാശിയോടെ കുഞ്ഞുകുട്ടികൾ കരയാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ആകർഷിച്ച പലതും പിന്നീട് നമ്മൾക്ക് സങ്കടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആകർഷകമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയങ്ങൾ നമ്മളെ എപ്പോഴും ആകർഷിക്കുന്നവയാണ്. ഓരോ വിജയത്തിന് പിന്നിലും ഒത്തിരി കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഓരോരുത്തർക്കും നമ്മൾക്ക് ആകർഷണം തോന്നുന്നത് എല്ലാം സ്വന്തമാക്കാൻ സാധിക്കില്ലല്ലോ. പരസ്യങ്ങൾ നമ്മളുടെ കൂടെ കാണുമ്പോൾ നമ്മളെ ഒരു പക്ഷേ ആകർഷിച്ചേക്കാം. പരസ്യവാചകത്തിൽ ആകർഷിച്ചു പോകുന്നവരുണ്ട്. പിന്നീടാണ് ചില പരസ്യത്തിൽ പറയുന്നത് പോലെ യഥാർത്ഥത്തിലുള്ളവ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിയുന്നതും ഓരോ മനുഷ്യരിലും ആകർഷിക്കുന്ന കാര്യങ്ങൾ സാഹചര്യം അനുസരിച്ച് മാറ്റം വരുന്നതാണ്. നമ്മൾ ചെയ്യുന്നതെന്തും ആകർഷകമായ രീതിയിൽ ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മളോട് അടുപ്പം ഉണ്ടാവണമെങ്കിൽ ആകർഷകമായ കാര്യങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ നേരുള്ള കാര്യങ്ങൾ മാത്രം ആകർഷിക്കാൻ ഇടയാവട്ടെ. അധ്യായം 30. ആത്മവിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. ഓരോ വ്യക്തിയും നേടുന്ന ഏതൊരു വിജയവും ആ വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയേക്കും. നമ്മളിൽ പലരും പല കാര്യത്തിൽ നിന്നും പിൻവലിയുന്നത് ഒരു പക്ഷേ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യത്തിൽ വേണ്ടത്ര ആത്മവിശ്വാസം നേടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് സംസാരം ഒരു പക്ഷേ നമ്മളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം. നെഗറ്റീവ് സംസാരങ്ങൾ ഒഴിവാക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. ഏതൊരു നല്ല കാര്യത്തിനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലും ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനുള്ള നിരന്തര ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. പരാജയങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. നമ്മൾ എത്ര മോശം സാഹചര്യത്തിൽ ജീവിച്ചാൽ പോലും മുന്നോട്ട് ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരിക. പരാജയങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ നമ്മളെല്ലാവർക്കും ആത്മവിശ്വാസം വളരെയധികം ആവശ്യമാണ്. തോൽവികളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശയോട് തളർന്നിരുന്നാൽ ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. തോൽവികൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതു നിമിഷവും കടന്നു വരാം. അതിനെയെല്ലാം ധീരതയോടെ നേരിടാൻ ആത്മവിശ്വാസം നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം വളരെയധികം ആവശ്യമാണ്. നമ്മുടെയൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ തക്ക പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. അതിനെയെല്ലാം കരുത്തോടെ അതിജീവിക്കുക. നമ്മൾക്ക് വിജയം നേടിയെടുക്കാൻ ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിക്കൂടാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയട്ടെ. ആരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരിലും ആത്മവിശ്വാസം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ട് വരേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്ത ഓരോ വിജയവും ഒരുപക്ഷെ നമ്മൾക്ക് മറ്റുള്ളവർക്കും വളരെയധികം ആത്മവിശ്വാസം നൽകിയേക്കാം. നമ്മുടെ മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ ഒരുപക്ഷെ ഒത്തിരി ആളുകൾക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ സഹായിച്ചേക്കും. ആത്മവിശ്വാസം നമ്മുടെ വളർച്ചയുടെ വേഗത വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആത്മവിശ്വാസം നേടിയെടുക്കാൻ അവരവർ തന്നെ വിചാരിക്കണം, അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആത്മവിശ്വാസം നമ്മൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാൻ ഒരുപക്ഷെ സഹായകരമായേക്കും. എല്ലാവർക്കും പരിശ്രമത്തിലൂടെ അവർക്ക് ആവശ്യമായ ആത്മവിശ്വാസം നേടിയെടുക്കാനും സ്വന്തം ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാനും കഴിയട്ടെ.
അധ്യായം 31. നമ്മുടെ ഓരോ വിജയത്തിന് പിന്നിൽ വിജയിക്കുമെന്നുള്ള നമ്മുടെ ആത്മവിശ്വാസമാണ് പ്രധാന കാരണമായിട്ട് മാറുന്നത്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് പല രംഗങ്ങളിൽ വിജയം നേടാൻ എളുപ്പം സാധിച്ചേക്കാം. കഴിഞ്ഞ നേട്ടങ്ങൾ നമുക്ക് മുന്നോട്ട് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകും. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയേക്കാം. നഷ്ടങ്ങളെ തളരാതെ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോയി വിജയം നേടിയവരും നമുക്ക് ചുറ്റിലും ധാരാളമുണ്ടല്ലോ. നമ്മൾ അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കഷ്ടം അനുഭവിച്ചവർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരൊക്കെയും പരിശ്രമിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ചിലരുടെ പെരുമാറ്റം, വാക്കുകൾ എല്ലാം തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ കാരണമായേക്കാം. അതിന് സാഹചര്യം ഉണ്ടാവാൻ ഇടയാക്കാതിരിക്കുക. ചെറുപ്പം മുതൽ നല്ല കഴിവുകളിൽ വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. വേണ്ടത്ര പ്രോത്സാഹനവും അവസരങ്ങളും ലഭിക്കാതെ എത്രയോ വ്യക്തികളാണ് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാതെ ഇരിക്കുന്നത്. പലരുടെയും ജീവിത സാഹചര്യം മോശമായതിനാൽ അവരുടെ കഴിവുകൾ ശരിയായ വിധത്തിൽ പുറത്തെടുക്കാൻ കഴിയാതെ പോകുന്നു. നമ്മൾക്ക് എന്തെങ്കിലും നേട്ടം കൈവരിക്കണമെങ്കിൽ അവരവരിൽ തന്നെ ആത്മവിശ്വാസം വേണ്ടതുണ്ട്. ആത്മവിശ്വാസം നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിലേ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ധീരമായി ചേർത്ത് നിൽക്കാൻ സാധിച്ചേക്കും. നഷ്ടങ്ങളെ, ദുഃഖങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾക്ക് നമ്മളെ തന്നെ ആത്മവിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ആത്മവിശ്വാസവും നേട്ടങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നുണ്ട്. പലപ്പോഴും ഒന്നും ഇല്ലാതിരുന്നിട്ടും ആത്മവിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് പോയി വിജയം നേടിയ വ്യക്തികൾ നമുക്ക് ചുറ്റിലും കാണുമല്ലോ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതിന് കാരണമായി തീരണം. ആത്മവിശ്വാസം എത്രത്തോളം നമ്മൾക്ക് കരുത്ത് പകരുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കും നമ്മൾക്കുണ്ടാകുന്ന ഓരോ വിജയങ്ങളും. ഏത് പ്രതികൂല സാഹചര്യത്തിലും തളരാതെ പൊരുതാൻ നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ആരുടെയും ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഇല്ലാതിരിക്കട്ടെ. അധ്യായം 32. ആത്മാഭിമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. നാളിതുവരെയായി നമ്മൾക്ക് എന്തെങ്കിലും സ്വന്തമായി നേടിയെടുത്തതായിട്ട് ആത്മാഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിലൊന്നും തന്നെ സ്വന്തമായിട്ട് നേടിയെടുത്തില്ല എങ്കിൽ പോലും അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ആത്മാഭിമാനം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ആത്മാഭിമാനം കണ്ടെത്തേണ്ടത്, സൃഷ്ടിക്കേണ്ടത് അവരവർ തന്നെയാണ്. നല്ല പ്രവൃത്തികളുടെ ആത്മാഭിമാനം കണ്ടെത്താൻ കഴിയട്ടെ. പലപ്പോഴും ആത്മാഭിമാനം നമ്മളെ പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നതിന് തടസ്സമായി ഒരു പക്ഷേ മാറാറുണ്ട്. ഏത് സാഹചര്യമാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ആത്മാഭിമാനത്തിന് വലിയൊരു വില കൊടുക്കേണ്ടതുണ്ട്. ആരുടെയൊക്കെയോ ദുഷ്പ്രവൃത്തികൾ മൂലം കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ പോലും ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയ എത്ര മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. ആത്മാഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥകളെ ധീരതയോടെ നേരിടേണ്ടതുണ്ട്. സത്യം എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും അകന്നു നിൽക്കുക. നമ്മുടെ ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആത്മാഭിമാനം വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നിരന്തര പരിശ്രമം ആവശ്യമാണ്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ആത്മാഭിമാനത്തിന് ഭംഗം വരുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. മറ്റുള്ളവർ നമ്മളോട് എത്ര മോശമായി പെരുമാറിയാലും നമ്മളും അവരെ പോലെ മോശം രീതിയിൽ ഒരിക്കലും പെരുമാറിക്കൂടാ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുന്ന ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അതിൽ ആത്മാഭിമാനം ഉള്ളവരാകാൻ നമ്മൾക്ക് കഴിയട്ടെ. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയൊക്കെ മോശമായി പെരുമാറിയാലും നമ്മൾ ഒരിക്കലും നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നത് ഇല്ലാത്ത പ്രവൃത്തിയായിട്ടായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്നതെങ്കിൽ പോലും നമ്മൾക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആത്മാഭിമാനത്തോടെ ചെയ്യാൻ കഴിയണം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പ്രവൃത്തി, സംസാരം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരുന്നിരിക്കാം. അതിനെയെല്ലാം ധീരതയോടെ നേരിട്ട് കൊണ്ട് അതിജീവിക്കുക. ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലും സത്യസന്ധത പുലർത്തുക. ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ അത്രയും കഴിവോ അധികാരമോ യോഗ്യതയോ സുഖസൗകര്യങ്ങളോ മറ്റുള്ളവർക്കില്ല എന്ന് കരുതി അവരുടെ ആത്മാഭിമാനം ഇല്ലാതെയാക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഉണ്ടായിക്കൂടാ. നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തിലും ആത്മാഭിമാനം കണ്ടെത്താൻ സാധിക്കട്ടെ. നിരന്തര പരിശ്രമത്തിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ. ആത്മാഭിമാനത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ. അധ്യായം 33. നമ്മൾ ഓരോരുത്തർക്കും ആത്മാഭിമാനം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം, അപമാനിച്ചേക്കാം, വിമർശിച്ചേക്കാം. അവിടെയെല്ലാം തളരാതെ മുന്നോട്ട് പോകുവാൻ ആത്മാഭിമാനം നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് നമ്മുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ആത്മാഭിമാനത്തെ സാരമായി ബാധിച്ചേക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ ഒരിക്കലും നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കാത്ത വിധം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരാജയം നമ്മളെ സങ്കടപ്പെടുത്തിയേക്കാം, തളർത്തിയേക്കാം.
അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാല നേട്ടങ്ങളിൽ നിന്നും ഊർജ്ജം ലഭിച്ചതുപോലെ മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ആത്മാഭിമാനം ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മുടെ ആത്മാഭിമാനത്തെ കുത്തിനോവിക്കുന്ന ഒത്തിരി ദുരനുഭവങ്ങൾ നമ്മൾക്കൊക്കെ ഉണ്ടായേക്കാം. അവിടെയെല്ലാം ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമ്മളിൽ ആത്മാഭിമാനം നമ്മൾക്ക് ആവശ്യമാണ്. നമ്മൾക്ക് ആത്മാഭിമാനം ഉണ്ടാകുവാൻ നമ്മൾ മാത്രമാണ് ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഏതു സാഹചര്യങ്ങൾ ആണെങ്കിൽ പോലും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. നമ്മൾക്ക് ആത്മാഭിമാനം ഉള്ളവരായി മാറാം. ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾ ഓരോന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. അധ്യായം 34. നേട്ടങ്ങൾ നേടിയവരെ 4 ആളുകൾ അറിയെ ആദരിക്കാറുണ്ട്. സാധാരണ മനുഷ്യരിൽ നിന്നൊക്കെ അവരെ ആദരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമല്ലോ. എത്രയോ കഴിവുകൾ ഉള്ള വ്യക്തികളാണ് ഇപ്പോഴും സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്നത്. പലപ്പോഴും ചിലർക്കെങ്കിലും ആദരവ് കിട്ടുന്നത് മരണത്തിനു ശേഷമാണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ നല്ല കഴിവിലൂടെ കിട്ടുന്ന നേട്ടത്തിൻ്റെ പേരിൽ ആദരിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. നമ്മൾ എപ്പോഴും മുതിർന്നവരുടെ പ്രായം കണക്കിലെടുത്ത് ആദരവ് കാണിക്കാറുണ്ടല്ലോ. എത്ര മുതിർന്ന വ്യക്തിയാണെങ്കിലും മോശമായ പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ ആദരവ് കിട്ടാൻ ആ വ്യക്തിക്ക് അർഹതയില്ലല്ലോ. സമൂഹത്തിന് വേണ്ടി, സ്വന്തപ്പെട്ടവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാം ആദരവ് എപ്പോഴായാലും കിട്ടേണ്ടതാണല്ലോ. ഒരു മനുഷ്യനോടുള്ള ആദരവായിട്ട് പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ളവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനവും മറ്റുള്ളവരിൽ നിന്നും ആദരവ് കിട്ടാൻ വേണ്ടിയുള്ളത് ആകരുത്. നീണ്ട വർഷം സേവനം പൂർത്തിയാക്കി വിരമിക്കുന്നവരെ ആദരിക്കാൻ അവസാന ദിവസം കൂടെയുള്ള സഹപ്രവർത്തകർ ഒന്നിച്ചു കൂടാറുണ്ടല്ലോ. മറ്റുള്ളവർക്ക് നമ്മളെ ആദരിക്കാൻ തോന്നണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്ക് ഗുണകരമായത് ലഭിക്കേണ്ടതുണ്ട്. ഏതൊരു ആദരവും നമ്മൾക്ക് മുന്നോട്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയാകണം. പണം കൊടുത്തുകൊണ്ട് ആദരവ് ഏറ്റുവാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം നേടാൻ കഴിയുമോ? പണം കൊടുത്ത് നേടാതെ കിട്ടുന്ന ആദരവുകൾക്കാണ് എല്ലാ കാലവും വിലയും നിലനിൽപ്പും ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും ആദരവ് ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളും ഈ ലോകത്തുണ്ടാകാം. സ്വന്തം കടമകൾ നിർവഹിക്കുന്നതിനപ്പുറം അവരാരും തന്നെ ആദരവ് ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ വീഴ്ചകൾ മതി നമ്മളോടുള്ള ആദരവ് നഷ്ടപ്പെടുത്താൻ. നമ്മൾ എത്ര ഉയരങ്ങളിലായാൽ പോലും വന്ന വഴികൾ മറക്കരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടു ചുറ്റിലുമുള്ള ഒരാൾക്കെങ്കിലും ആയത് ഉപകാരപ്പെടട്ടെ. ആരിൽ നിന്നും ആദരവ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആരിൽ നിന്നും ആദരവ് പ്രതീക്ഷിച്ച് മാത്രമാവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാ വ്യക്തികൾക്കും അർഹമായ ആദരവ് നൽകാൻ നമ്മൾ മറക്കാതിരിക്കുക. അധ്യായം 35. നമ്മളിൽ പലരും പലപ്പോഴും വളരെയേറെ വേദനിക്കുക നമ്മളിൽ സഹായിക്കാൻ, സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്ന തോന്നലുള്ളത് കൊണ്ടാകാം. ആരുമില്ല എന്ന തോന്നൽ ഏതൊരു മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും തോന്നിക്കൂടായിക ഇല്ലല്ലോ. ആരുമില്ല എന്ന തോന്നൽ മനുഷ്യനുണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ ഉണ്ടായേക്കാം. ആ വ്യക്തിക്ക് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയാതെ പോയേക്കാം. ഈ ഭൂമിയിൽ എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നത്. ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കടന്നു പോകും. ജീവിതത്തിൽ മറ്റുള്ളവരെ കഴിയുന്നത് സഹായിക്കുക, നമ്മളെ സഹായിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ഇന്നിപ്പോൾ പലരും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്രതീക്ഷിതമായി പലരും സഹായിക്കാൻ മുന്നോട്ട് കടന്നു വന്നതുകൊണ്ടാണ്. അമിതമായ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനത്തെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനസിക വിദഗ്ധരുടെ സഹായം ആവശ്യമായി വന്നേക്കാം. നിരാശ ചിന്തകൾ അടിക്കടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയേറെ ദോഷകരമായി ബാധിച്ചേക്കാം. നിരാശ ചിന്തകളെ നിയന്ത്രിക്കാൻ നമ്മളേവർക്കും കഴിയേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണന, മറ്റുള്ളവരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വരിക, പരിഹസിക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക പലർക്കും ഒരു പക്ഷേ താങ്ങുവാൻ കഴിഞ്ഞെന്ന് വരില്ല. മോശമായ സാഹചര്യത്തെ നേരിടാൻ നമ്മൾ നിരന്തരം പൊരുതേണ്ടതാണ്. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്, ഉപകരിക്കുന്നതാകട്ടെ. നമ്മുടെ ചുറ്റിലുമുള്ള ഒറ്റപ്പെടുന്നവർക്ക് താങ്ങാകാൻ, അവരെ കഴിവിനൊത്ത് സഹായിക്കാൻ നമ്മളേവർക്കും സാധിക്കട്ടെ. അധ്യായം 36. ഏതൊരു മനുഷ്യനും പറ്റിക്കപ്പെടുന്നത് വളരെയേറെ സങ്കടകരമായ കാര്യമാണല്ലോ. മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ ഉണ്ടാകാം. ആ സന്തോഷത്തിനൊന്നും അധികകാലം ആയുസ്സുണ്ടാവില്ല. ആദ്യമായിട്ട് മറ്റുള്ളവരെ പറ്റിച്ചതിൽ നിന്നും നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടായപ്പോൾ പിന്നെ അതേ മാർഗത്തിലൂടെ മറ്റു പലരെയും പറ്റിക്കാമെന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അവർ പിടിക്കപ്പെടുകയും നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യേണ്ടി വരാറുമുണ്ട്. കാലം മാറുന്നതനുസരിച്ച് പറ്റിക്കപ്പെടുന്ന രീതികളിൽ മാറ്റം
സംഭവിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചവരെ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട്. എളുപ്പം പണം സമ്പാദിക്കാൻ വേണ്ടി ആരെയും പറ്റിക്കാൻ മടിയില്ലാത്തവർ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നത് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വളരെ ദോഷം ചെയ്തേക്കാം. കണ്ണിന് കാഴ്ചയില്ലാതെ അന്നന്നത്തെ ഭക്ഷണം കഴിക്കാനുള്ള വരുമാനം സമ്പാദിക്കാൻ മറ്റു വഴികളില്ലാതെ ചെറിയ ജോലികൾ കണ്ടെത്തി കഴിയുന്നവരെ വരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് എത്രയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. നഷ്ടപ്പെടുന്നവർക്കാണ് അതിൻ്റെ വേദന എത്രത്തോളമാണ് ഉണ്ടാവുക എന്നറിയുകയുള്ളൂ. ആരെയും പറ്റിക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ചാൽ അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ കാരണം ആരുടെയും കണ്ണു നിറയാതിരിക്കട്ടെ. അധ്യായം 37. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് കാലത്തിനനുസരിച്ച് വില കയറ്റവും ഉണ്ടാകാറുണ്ടല്ലോ. ഒരേ കമ്പനിയുടെ സാധനം ആണെങ്കിൽ കൂടിയും പലയിടത്തും പല വിലയിലായിരിക്കും ഒരുപക്ഷെ ലഭിക്കുക. അതിനെല്ലാം തക്കതായ കാരണങ്ങളും ഉണ്ടേക്കാം. നിസ്സാര വിലയുള്ള സാധനമായിരിക്കും ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായേക്കുക. ഭക്ഷണം സുലഭമായി ലഭിക്കുന്നവർക്ക് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടത്ര വില നൽകാതെ ഒരുപക്ഷെ പാഴാക്കി കളഞ്ഞേക്കാം. ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും മുന്നോട്ട് പോകുക പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ടാണ്. ഇന്ന് നമ്മുടെ കൺമുൻപിലുള്ള വസ്തുക്കൾക്ക് വിലയില്ല എങ്കിൽ കൂടിയും നാളുകളിൽ വിലയുണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. പണ്ട് നിസ്സാര വിലയ്ക്ക് ലഭിച്ച പലതും ഇന്നിപ്പോൾ നിസ്സാര വിലയ്ക്ക് ലഭിക്കത്തില്ല. പണ്ട് ഉയർന്ന വിലയ്ക്ക് വാങ്ങിച്ച പലതും ഇന്നിപ്പോൾ നിസ്സാര വിലയ്ക്ക് കിട്ടിയെന്നും വരാം. പഴക്കം കൂടുന്തോറും വില കൂടുകയും കുറയുകയും ചെയ്യുന്നവ നമ്മുടെ ചുറ്റിലും കണ്ടേക്കാം. മറ്റുള്ളവർക്ക് വില നൽകിയാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപക്ഷേ വിലയുണ്ടാവുകയുള്ളൂ. ആപത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് മറ്റുള്ളവർ അവരുടെ വില നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടാണ്. സ്വന്തം ജീവൻ്റെ വിലയേക്കാൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനെ വില നൽകാൻ മനസ്സുള്ള എത്രയോ നന്മ മനസ്സുള്ള മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. എന്ത് കാര്യത്തിലും വില നിശ്ചയിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരവോടെ പെരുമാറാനും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഏതു സാഹചര്യമാണെങ്കിൽ കൂടി മറ്റുള്ളവരെ ഒരിക്കൽ പോലും വില കുറച്ച് കാണാൻ നമ്മളിൽ ആർക്കും ഒരിക്കൽ പോലും ഇടവരാതിരിക്കട്ടെ. അധ്യായം 38. ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് മുന്നോട്ട് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധ നൽകേണ്ടതാണ്. ആരോഗ്യമുള്ളപ്പോഴാണ് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ നാളുകളിൽ നമ്മൾക്ക് അതെല്ലാം ദുഃഖങ്ങൾ സമ്മാനിക്കാൻ കാരണമായേക്കാം. ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ മുന്നോട്ട് നമ്മൾക്ക് ആരോഗ്യത്തോടെ കഴിയാൻ സാധിക്കുകയുള്ളൂ. ആരുമില്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് കരുത്തു നൽകേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നമ്മൾക്ക് ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യവും ഉണ്ടാവേണ്ടതുണ്ട്. മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ സാരമായി ബാധിച്ചേക്കാം. മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും കടന്നു വന്നേക്കാം. അതിനെയെല്ലാം ചേർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. മാനസികമായി തളർത്താൻ നമ്മുടെ ചുറ്റിലും ഒരുപാട് പേർ കാണുമെങ്കിലും നമ്മൾ അതിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. നമ്മൾക്ക് എന്ത് നേടണമെങ്കിലും മാനസിക ആരോഗ്യം ആവശ്യമാണ്. നമ്മൾക്ക് നമ്മുടെ മനസ്സ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിന് കരുത്ത് നൽകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ വിജയം നേടിയവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെയും തോൽവികളെയും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അവരൊക്കെ അത്തരം സാഹചര്യത്തെ ധീരമായി നേരിട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മളിൽ പലരും അവരെ തിരിച്ചറിയാനിടയായത്. അവരാരും തന്നെ തങ്ങൾക്കുണ്ടായ പരാജയങ്ങളിൽ തളർന്നിരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഫലമാണ് അവർക്ക് ഇന്നിപ്പോൾ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ. അധ്യായം 39. നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും തരത്തിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾക്ക് ആരോഗ്യമോ തുണയായിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും തുണയായിട്ട് ആവശ്യമാണ്. അത് ചിലപ്പോൾ പണമായിരിക്കാം, മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമായിരിക്കും. ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന തുണ നാളുകളിൽ നമ്മൾക്ക് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ തുണ സാഹചര്യം മാറുന്നതനുസരിച്ച് ഒരു പക്ഷേ മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് എത്ര സ്വത്തുണ്ടായാലും അതൊന്നും ചില സമയത്ത് ഉപകരിച്ചെന്ന് വരില്ല. സ്വത്ത് കൊണ്ട് നേടാൻ കഴിയാത്തത് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നും തുണയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തുണ ആകാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ഇന്നലകൾ സ്വന്തമാക്കിയ പല അറിവുകളും പിൽക്കാലത്ത് തുണ ആയില്ലെന്ന് വന്നേക്കാം. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഉപയോഗത്തിൽ വന്നേക്കാം. ഈ ലോകത്തുള്ള എല്ലാവരും മുന്നോട്ട് പോകുന്നത് ചുറ്റിലുമുള്ളവരുടെ തുണ വേണ്ടതുപോലെ ലഭിക്കുന്നത് കൊണ്ടാണ്. നേരായ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് തുണ നൽകാവൂ. ഇല്ലെങ്കിൽ വേദനകൾ മാത്രമായിരിക്കും ഒരു പക്ഷേ നമ്മൾക്കുണ്ടാവുക. മറ്റൊരാൾ നമ്മൾക്ക് ആരുമല്ലായിരിക്കാം. പക്ഷേ ആ വ്യക്തി മറ്റു പലരുടെ
തുണ ആണെന്ന കാര്യം മറക്കരുത്. ഒരാൾ വരുത്തി വയ്ക്കുന്ന തെറ്റിലൂടെ എത്രയധികം ആളുകളുടെ തുണയാണ് നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടത്. തുണയാകേണ്ട വ്യക്തികൾ തന്നെ തുണ നൽകാതെ പോകുന്നത് എത്രയേറെ വേദന നൽകുന്നവയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മാത്രമായിരിക്കും തുണയായിട്ടുണ്ടാവുക. ആ സാഹചര്യത്തെ ധീരതയോടെ നേരിടാൻ നമുക്ക് കഴിയട്ടെ. 40. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പലപ്പോഴും തോന്നുന്ന കാര്യമാണ് ആർക്കും വേണ്ടാത്ത അവസ്ഥയാണല്ലോ നമ്മുടേതെന്ന്. നമ്മളിൽ നിരാശ ചിന്തകൾ കടന്നു വരുമ്പോൾ പലരും സ്വാഭാവികമായി പറയുക ആർക്കും വേണ്ടാത്ത അവസ്ഥയാണല്ലോ എന്നാണ്. ഒരു കാലത്ത് വിലയുണ്ടായിരുന്ന പലതിനും കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് വില കുറയുകയും കൂടുകയും ചെയ്തേക്കാം. നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പലരും ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പല സാഹചര്യത്തിലും ഒറ്റയ്ക്ക് ആയിപ്പോയേക്കാം. ആർക്കും വേണ്ടാത്ത അവസ്ഥ ആരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ. പല സാഹചര്യത്തിലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അതെല്ലാം ധൈര്യത്തോടെ നേരിടാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്നിൻ്റെ ദുഃഖങ്ങൾ നാളുകളിൽ മാറുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. വില ഉള്ളതിന് മാത്രമാണ് ആർക്കും ആവശ്യമുള്ളൂ ഉപകാരപ്പെടുകയുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വില നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നാളുകൾ നമ്മൾ ഓരോരുത്തർക്കും വിലയുള്ളൊരു കാലം തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അതിനായി പരിശ്രമിക്കുക. നമ്മൾ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകം ഒരിക്കലും അവസാനിക്കും. ഈ ലോകത്തുള്ള എല്ലാത്തിനും ഒരു പരിധിക്ക് അപ്പുറം ആയുസ് ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ജീവിതം വിലയുള്ളതാക്കാൻ പരിശ്രമിക്കാൻ തയ്യാറാവട്ടെ. 41. നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കാതെ ചെയ്യാറുണ്ട്. ഓരോ കാര്യവും ചെയ്യുന്നതിന് മുൻപും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ആലോചന ഒരു പക്ഷേ തെറ്റാകാം, അല്ലെങ്കിൽ ശരിയാകാം. നമ്മുടെ ഇന്നലകളുടെ ആലോചനയുടെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഭാവിയെപ്പറ്റി നമ്മളിൽ പലരും ആലോചിക്കാതിരിക്കില്ല. കടം ഉണ്ടെങ്കിൽ അതിൻ്റെ ആകുലതകൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വന്നേക്കാം. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ പല വിധത്തിലുള്ള ആലോചനയിലൂടെ കടന്നു പോകുന്നവരാണ്. ഇന്നലകളിൽ നിന്നും എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാമെന്ന് ചിന്തിക്കാത്തവരും കുറവല്ല. നമ്മുടെയൊക്കെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഫലം ലഭിക്കാതിരിക്കില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മോശപ്പെട്ട ആലോചനകൾ നമ്മൾ ഒഴിവാക്കിയേ തീരും. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം. തെറ്റായ ആലോചനകൾ നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിച്ചേക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മൾക്ക് ഇടവരണം. തെറ്റായി ആലോചിക്കുന്നവർക്ക് എന്നും പരാജയം മാത്രമേ ഉണ്ടാകുള്ളൂ. അപരന് നന്മകൾ ഉണ്ടാകാനും അവരെ കഴിയുന്നത് സഹായിക്കാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ആലോചനയും വളരെ വിലപ്പെട്ടതാണ്. ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് തീരുമാനമെടുക്കാൻ നിശ്ചിത സമയം മാത്രമേ പലപ്പോഴും ലഭിക്കുകയുള്ളൂ. പല സന്ദർഭത്തിലും വളരെ വേഗം തന്നെ ആലോചന പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഏതെങ്കിലും ആലോചനയിലായിരിക്കും. ചിലപ്പോഴൊക്കെ ഗാഢമായ ആലോചനയെ മുഴുകി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുടക്കം വന്നേക്കാം. നമ്മൾക്കുണ്ടായ വേദനകളും നഷ്ടങ്ങളും നമ്മൾ ഏത് നിമിഷവും ആലോചനയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളും നല്ലതുപോലെ ആലോചിച്ച് മാത്രം കൈക്കൊള്ളേണ്ടതാണ്. ആലോചനകൾ തെറ്റിയാൽ അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെയേറെ ആലോചനയോടെ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കട്ടെ. അധ്യായം 42. ഓരോ മനുഷ്യർക്കും ഓരോരോ ആവശ്യങ്ങളാണ് ഓരോ സന്ദർഭത്തിലും വന്നു ചേരുന്നത്. ആവശ്യങ്ങളിൽ തന്നെ പെട്ടെന്ന് ലഭിക്കേണ്ടതും പതിയെ ലഭിച്ചാലും കുഴപ്പമില്ലാത്തതുമുണ്ട്. മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ഓക്സിജൻ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം സമയത്ത് തന്നെ നിറവേറ്റാൻ സാധിക്കണം എന്നില്ലല്ലോ. നമ്മൾ വളരെയേറെ ആഗ്രഹിച്ച ആവശ്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ നമ്മളിൽ പലരും നിരാശരാവാറുണ്ട്. ചെറുപ്പത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം സഫലമായിട്ടുണ്ടാകില്ല. പ്രായം കൂടി കഴിയുമ്പോൾ നമ്മളുടെ ചെറുപ്പത്തിലെ പല ആവശ്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അന്ന് ആവശ്യം നടത്താനുള്ള സാഹചര്യം വീട്ടിലില്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്നവർ പിൽക്കാലത്ത് പഠനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി പഠിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് നമ്മുടെ ചുറ്റിലും നോക്കിയാൽ കാണാൻ കഴിയും. പണ്ട് കാലത്ത് നമ്മൾക്ക് ആവശ്യമുണ്ടായിരുന്ന പലതും ഇന്നിപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ല. ടെക്നോളജി വികസിച്ചതും അനുസരിച്ച് പഴയത് എല്ലാം നമ്മളിൽ പലരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുള്ള ഭാവി തലമുറയ്ക്ക് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ആവശ്യം എന്തെല്ലാമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ മനുഷ്യർക്ക് കാലത്തിന് അനുസരിച്ചാണ് ഓരോരോ ആവശ്യം ഉണ്ടാവുക. നമ്മളിൽ പലരും സമരങ്ങൾ നടത്തുക, നിയമ പോരാട്ടം നടത്തുക നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണല്ലോ. മനസ്സിനും ശരീരത്തിനും ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ ഒരു പരിധിവരെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നല്ലതാണോ മോശമാണോ എന്നത് ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിൽ പിന്നീട് ഒരു പക്ഷേ ദുഃഖിക്കേണ്ടിയും വന്നിട്ടുണ്ടാവാം. പഴയകാല ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. കാലം ഒരിക്കലും പിന്നോട്ട് സഞ്ചരിക്കില്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രായം അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു
ചെയ്യുക എന്നത് പലപ്പോഴും കൂടുതലവർക്ക് സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾക്ക് ആവശ്യമുള്ള പലതും മുൻ തലമുറയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി വരുന്ന തലമുറയ്ക്കും ഒരു പക്ഷേ ആവശ്യം വരത്തില്ല. നമ്മുടെ നല്ല ആവശ്യം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നിരന്തരം ശ്രമിക്കുക. ഭാവിയിൽ എന്തെല്ലാം ആവശ്യം വരുമെന്ന് ഇപ്പോൾ തന്നെ കണക്കൂട്ടാൻ എല്ലാ കാര്യത്തിലും സാധ്യമല്ലല്ലോ. പഠിച്ച് നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ നന്നായി പഠിക്കാൻ ശ്രമിക്കും. കാരണം ജോലി അവർക്ക് വളരെ ആവശ്യമായ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ തരംതിരിക്കുക, ഇപ്പോൾ വേണ്ടത് പിന്നീട് വേണ്ടത് എന്നിങ്ങനെ ഉടനെ വേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും നമ്മൾക്ക് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളിലാണോ ചെലവഴിക്കുന്നതെന്ന് പരിശോധിക്കുക. ഭാവിയിലെ നമ്മുടെ ഏതൊരു ആവശ്യവും നിറവേറാൻ ഇപ്പോഴേ ശ്രമിക്കേണ്ടതുണ്ട്. അസുഖം വന്നാൽ അസുഖം ഭേദമാകാൻ ഒരു പക്ഷേ മരുന്ന് ആവശ്യമായി വരും. ഏത് മരുന്നാണ് കഴിക്കേണ്ടതെന്നറിയാൻ ഡോക്ടറുടെ സേവനം ആവശ്യമായി വരും. അതുപോലെ യാത്ര ചെയ്യാൻ വാഹനത്തിൽ ഡ്രൈവറെ ആവശ്യമായി വരും. അങ്ങനെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് പലരുടെയും ആവശ്യമുണ്ടാവും. നമ്മൾക്ക് ആവശ്യമായവ ലഭിക്കുന്നതിന് പിന്നിൽ ഒത്തിരി മനുഷ്യരുടെ പരിശ്രമമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ശരിയായ വിധത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 43. ഒരുപാട് വേദനകൾക്കിടയിലും നമ്മൾ തിരയുന്നത് ആശ്വാസമാണ്. പലരിൽ നിന്നും ലഭിക്കുന്ന ആശ്വാസവാക്കുകൾ നമ്മൾക്ക് നൽകുന്ന ഊർജ്ജം നിസ്സാരമല്ല. പലരുടെയും വേദനകൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കാൻ ചിലരുടെയൊക്കെയുള്ള ആശ്വാസവാക്കുകൾക്ക് ഒരു പക്ഷേ കഴിയാറുണ്ട്. ആശ്വാസം പകർന്നു നൽകുന്നതിനും ധാരാളം പരിമിതികൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ചുണ്ടായെന്ന് വന്നേക്കാം. നമ്മുടെ മരണശേഷവും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ആശ്വാസം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആശ്വാസം എവിടെ നിന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നമ്മുടെയൊക്കെ ആശ്വാസം ഇല്ലാതെയാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭത്തിലും കടന്നു വന്നേക്കാം. അതെല്ലാം സധൈര്യം നേരിടാൻ പഠിക്കുക. ജീവിതത്തിൽ പലതും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നവയാണ്. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് ഒത്തിരി പരിമിതികളുണ്ടല്ലോ. എത്രയേറെ ആകുലതപ്പെട്ടാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. മരണം നമ്മൾ എല്ലാവർക്കും ഒരിക്കലും ഉണ്ടാവും. നമ്മുടെയൊക്കെ മരണം വരെ ഊർജ്ജസ്വലതയോടെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സമയം ചെലവഴിക്കാനിടയാകട്ടെ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളും ഒത്തിരി ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എന്നത് മറക്കാതിരിക്കുക. അവർ ഓരോരുത്തരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച് നേടിയതാണ്. അതെല്ലാം ഒത്തിരി കലാകാരന്മാർ അവരുടെ സമയവും കഴിവും പുറത്തെടുത്തതുകൊണ്ട് പലർക്കും കലാ ആസ്വാദനത്തിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സാമ്പത്തികമായി പിന്തുണ നൽകിക്കൊണ്ട്, സാന്നിധ്യം കൊണ്ടും, വാക്കുകൾ കൊണ്ടും, സഹായം കൊണ്ട്, അങ്ങനെ പല രീതിയിലും മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിയും. സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ രീതിയിൽ ആരെ വേദനിപ്പിക്കാതെ ആശ്വാസം പകരാൻ നമ്മൾ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിക്ക് മറ്റുള്ളവർ നൽകുന്ന ആശ്വാസവാക്കുകൾ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാകുവാൻ കാരണമാകാറുണ്ട്. പല സാഹചര്യത്തിലും മറ്റുള്ളവരുടെ വേദനയിൽ എന്ത് പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ആലോചിച്ച് നമ്മളിൽ പലരും ആശങ്കപ്പെടാറുണ്ട്. ആശ്വാസവാക്കുകൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഫലവത്താകണമെന്നില്ല. നാളുകളിൽ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു നമ്മളെ പലരും ഒരു പക്ഷേ ആശ്വസിപ്പിച്ചേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മൾക്ക് വേണ്ട ആശ്വാസം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലല്ലോ. ജോലിയുടെ ഭാഗമായി വേണ്ടപ്പെട്ടവരെ വേർപിരിഞ്ഞു ഇരിക്കേണ്ടി വരുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ വേർപാട് ഇതെല്ലാം തന്നെ എല്ലാവർക്കും സങ്കടം ഉളവാക്കുന്ന കാര്യമാണ്. കാലം മാറുന്നതനുസരിച്ച് സങ്കടങ്ങളുടെ തോത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ സമയവും കടന്നു പോകും എന്ന വാക്ക് പല സാഹചര്യത്തിലും നമ്മൾക്ക് എത്ര വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നമ്മൾക്ക് നിരാശകളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ തേടുന്ന ആശ്വാസം നേരായ വഴിക്ക് ആകേണ്ടതുണ്ട്. തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ തൽക്കാലം ആശ്വാസം കിട്ടിയെന്ന തോന്നൽ ഉളവായേക്കാം. എങ്കിലും പിന്നീട് തീരാ ദുഃഖത്തിന് തന്നെ ഒരു പക്ഷേ അതെല്ലാം കാരണമായേക്കാം. നമ്മൾക്ക് വേണ്ട ആശ്വാസത്തിന് പലപ്പോഴും നമ്മളിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും. നമ്മളിൽ പലരും അതിനൊന്നും പലപ്പോഴും ശ്രമിക്കാറില്ല എന്ന് മാത്രം. ഇന്നിപ്പോൾ ലോകത്ത് ആശ്വാസം കിട്ടാൻ വേണ്ടി എത്ര സമ്പത്ത് വേണമെങ്കിലും മുടക്കാൻ ആളുകൾ തയ്യാറായി എന്ന് വന്നേക്കാം. പക്ഷേ പല കാര്യത്തിലും എളുപ്പം ആശ്വാസം കണ്ടെത്താൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ഏതു കാര്യത്തിനും വേണ്ടതുപോലെ ആശ്വാസം ലഭിക്കാൻ ഒരു സമയമുണ്ട്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. പരീക്ഷയിൽ തോൽവി ഉണ്ടാകുമ്പോൾ, പലരും നമ്മളെ കളിയാക്കുമ്പോൾ, പലരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വരുമ്പോൾ എല്ലാം തന്നെ നമ്മളിൽ പലർക്കും വലിയൊരു സങ്കടം ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ അന്നേരം വല്ലതും നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരെയും കിട്ടിയെന്ന് വരില്ല. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാൽ ഏത് കാര്യത്തിലായാലും അതേ കാലം ആശ്വാസം കിട്ടിയെന്ന് വരില്ലല്ലോ. എത്രയേറെ ജോലി തിരക്കുകളുണ്ടെങ്കിലും മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് സമയത്ത് നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. അന്നേരം നമ്മൾ തന്നെ സ്വയം ആശ്വാസം കണ്ടെത്തണം. മുന്നോട്ട് പ്രതീക്ഷകളോടെ ഓരോ നിമിഷവും നേരായ പാതയിലൂടെ കടന്നു പോകുവാനായിട്ട്. പലരും ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി തെറ്റായ വഴികൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം. നമ്മൾ തിരിച്ചറിയുക, അവർ പറയുന്നതിൽ തെറ്റും ശരിയും തെറ്റായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് മുന്നോട്ട് ആശ്വാസം ലഭിക്കുന്നതിന് ആവശ്യം വേണ്ട കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തേക്ക് കണ്ണോടിച്ച് നോക്കുക.
എത്രയേറെ മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെയൊക്കെ നാളിത് വരെയായിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ കയ്പ് നിറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അവരെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങളെ, പ്രതിസന്ധികളെയെല്ലാം മനക്കരുത്ത് കൊണ്ട് നേരിടാൻ പഠിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇന്നിപ്പോൾ സങ്കടങ്ങൾ മാറ്റിക്കൊണ്ട് പകരം നേട്ടങ്ങളേറെ സ്വന്തമാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ വരുത്തുന്ന നഷ്ടങ്ങൾ നമ്മളെയും നമ്മുടെ ചുറ്റിലുമുള്ളവരെയും വളരെയേറെ വേദനിപ്പിച്ചേക്കാം. നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ എല്ലാവരിലും സങ്കടം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇന്നൊരു നഷ്ടങ്ങളേക്കാൾ അധികം നേട്ടങ്ങൾ നാളുകളിൽ നമ്മൾ നേടിയെടുക്കുമെന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് കഠിന പരിശ്രമത്തിലൂടെ നിരന്തരം മുന്നേറുക. നമ്മൾ മുന്നോട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നത് ആയിരിക്കട്ടെ. വിശക്കുന്നവർക്ക് ഭക്ഷണം കിട്ടുന്നത് വളരെയേറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുപോലെ വെയിൽ ഏൽക്കുന്നവർക്ക് തണൽ കിട്ടുന്നത് വളരെയേറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. താമസിക്കാൻ അടച്ചുറപ്പുള്ള മുറി, ധരിക്കാൻ വസ്ത്രം, പഠിക്കാൻ, യാത്ര ചെയ്യാൻ, ജോലി ചെയ്യാൻ, ഭക്ഷിക്കാൻ എല്ലാ കാര്യത്തിലും ആവശ്യമായവ ലഭിച്ചെങ്കിൽ മാത്രമേ പലപ്പോഴും നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ നമ്മളിൽ പലർക്കും പല കാര്യത്തിലും ഒരു പക്ഷേ ആശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ നമ്മുടെയും മറ്റു പലരുടെയും ആശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ലോകത്തിന് ആവശ്യമായ ആശ്വാസം നൽകാൻ സാധിക്കുകയുള്ളൂ. ജീവൻ നിലനിർത്താൻ ജീവവായു തന്നെ വേണ്ടതുണ്ട്. അതല്ലാതെ എത്ര ആശ്വാസവാക്കുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാം. അതെല്ലാം സമയത്ത് തന്നെ തിരുത്തി മുന്നേറാൻ ശ്രമിക്കുക. നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ആശ്വാസം നൽകാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ ആശ്വസിപ്പിക്കാൻ കഴിയണം എന്നില്ല. ആശ്വാസം കിട്ടേണ്ടിടത്തു നിന്നും കിട്ടിയില്ല എങ്കിൽ മറ്റു വഴികൾ തേടി പോകുക സ്വാഭാവികമാണ്. നമ്മുടെ ജോലി മികച്ചതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടവർക്കും വളരെയേറെ ആശ്വാസം നൽകുന്നതായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലികൾ സമയാസമയങ്ങളിൽ ഭംഗിയായി നിർവഹിക്കുക. നമ്മുടെ നേരായ പ്രവൃത്തികളിൽ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവർക്കും ആശ്വാസം ലഭിക്കുന്നതിന് ഉപകരിക്കട്ടെ. അധ്യായം 44. ആവേശം നമ്മൾ പല കാര്യത്തിലും കാണിക്കാറുണ്ട്. തുടക്കത്തിലുള്ള ആവേശം ഒന്നും തന്നെ പിന്നീട് പല കാര്യത്തിലും ഒരുപക്ഷെ അതേപോലെ തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവേശം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ആവേശം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. പല കാരണങ്ങൾ കൊണ്ട് ബിസിനസ് പരാജയപ്പെടുമ്പോൾ പലപ്പോഴും തുടർന്ന് വീണ്ടും ബിസിനസ് ചെയ്യാനുള്ള ആവേശം ചിലരില്ലെങ്കിലും നഷ്ടപ്പെടാറുണ്ട്. പല കാര്യത്തിലും ആവേശം കാണിച്ചുകൊണ്ട് നമ്മളിൽ പലർക്കും അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും പലരും പറയുന്ന ഒരു കാര്യം ആവേശം ഒട്ടും നല്ലതല്ല എന്നതാണ്. പ്രായമാകുന്തോറും ചില കാര്യങ്ങളുള്ള ആവേശമെല്ലാം കെട്ടടങ്ങും. അതിന് തക്കതായ കാരണങ്ങൾ കാണും. മറ്റുള്ളവർ പല കാര്യത്തിലും ആവേശം കാണിച്ചെന്നിരിക്കും. അതുപോലെ നമ്മളും അനുകരിക്കാൻ നിൽക്കരുത്. ഒരു പക്ഷേ വേണ്ടത്ര സുരക്ഷ ക്രമീകരണമില്ലാതെയുള്ള ആവേശം അപകടത്തിലാവാൻ ഇടയായേക്കാം. ആവേശത്തിൻ്റെ പുറത്ത് കാട്ടിക്കൂട്ടിയ പ്രവൃത്തികൾ മൂലം ഒത്തിരി അധികം ആളുകൾ ഇന്നിപ്പോൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപകട മേഖല ആണെന്ന് അറിഞ്ഞിട്ടും അപകട മേഖല മറികടന്ന് സാഹസം ചെയ്ത പലർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവരുടെ ആവേശത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ചില കാര്യങ്ങൾ ചിലർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവേശമാണ്. പലർക്കും പല കാര്യങ്ങളാണ് ആവേശം പകരുന്നത്. പഠനത്തിൽ കൂടുതൽ ആവേശം നൽകാൻ മുതിർന്നവർ പലതരത്തിലുള്ള സമ്മാനങ്ങളും വിജയം നേടിയാൽ നൽകാമെന്ന് ഉറപ്പ് കൊടുക്കാറുണ്ടല്ലോ. സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവരിൽ പലർക്കും ആവേശത്തോടെ പഠിക്കാൻ കാരണമാകാറുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രചോദനം കിട്ടി ഓരോ കാര്യത്തിന് വേണ്ടിയും ഇറങ്ങിത്തിരിക്കും മുമ്പ് ശരിയായ വിലയിരുത്തലുകൾ മുൻപോട്ടുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയും നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ആവേശം നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ആവശ്യമാണ്, എവിടെയെല്ലാം ആവശ്യമില്ല എന്നെല്ലാം തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം. എല്ലാ കാര്യത്തിലും ആവേശം എല്ലായ്പ്പോഴും നമ്മൾക്ക് നല്ലതാവണം എന്നില്ലല്ലോ. ആവേശത്തോടെ ചേർന്ന പല കാര്യത്തിൽ നിന്നും ജീവിത സാഹചര്യം നിമിത്തം ഒരു പക്ഷേ പലപ്പോഴും പിന്തിരിയേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ നമ്മളിൽ പലർക്കും പലപ്പോഴും ആവേശം നൽകാറുണ്ട്. നമ്മളിലുണ്ടാകുന്ന ആവേശത്തെ സാഹചര്യം അനുസരിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. ഏതൊരാളും കൂടുതൽ സമ്പാദ്യം, നേട്ടങ്ങൾ കിട്ടുന്നിടത്ത് ജോലി ചെയ്യുന്നതായിരിക്കും പലപ്പോഴും കൂടുതലായി ആവേശം കാണിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ആവശ്യത്തെ നിയന്ത്രിക്കാനും ശരിയായ വിധത്തിൽ വിലയിരുത്തി മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ. അധ്യായം 45. ഓരോ മനുഷ്യരിലും ധാരാളം ആശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് പിന്നിൽ ഇന്നലകളിൽ ഓരോ മനുഷ്യരുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങളായിരുന്നു. കഷ്ടപ്പാടുകൾ മാറാൻ, ദാരിദ്ര്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആശയങ്ങൾ കൊണ്ട് വരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. നമ്മൾ കൊണ്ടുവരുന്ന ആശയങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളെ പരിഹസിക്കാൻ ഒരു പക്ഷേ കാരണമായേക്കാം. ആരൊക്കെ പരിഹസിച്ചാലും വിമർശിച്ചാലും നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ലോകം വളരുന്നതിനൊപ്പം നമ്മളും വളരണമെങ്കിൽ നമ്മുടെ കഴിവുകളെയും നമ്മളിലുള്ള നല്ല ആശയങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. ഒരാൾ തുടങ്ങി വെച്ച ആശയങ്ങൾ ഇന്നിപ്പോൾ കാലങ്ങളോളം കടന്നു ഇപ്പോഴും തുടരുന്നു എന്നത് ആ ആശയത്തിന് കിട്ടിയത് സ്വീകാര്യതയാണ്. ഓരോ സ്ഥാപനവും രൂപപ്പെടുന്നത്
എന്തെങ്കിലും ആശയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഒരാളുടെ ആശയം വിജയിച്ചപ്പോൾ അതിലൂടെ എത്ര പേർക്കാണ് തൊഴിൽ ലഭിച്ചത്? വിമാനം കണ്ടുപിടിച്ചതിലൂടെ ഇന്നിപ്പോൾ എത്ര ആളുകളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സമയമാണ് ലാഭിച്ചത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തു കൊണ്ടുവരിക, നല്ല ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഓരോ നല്ല ആശയവും നടപ്പിലാക്കുന്നതിന് പിന്നിൽ ഒത്തിരി പരിശ്രമം ആവശ്യമാണ്. നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ വേഗത കൂട്ടും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സ്നേഹം, ജീവൻ നിലനിർത്താൻ ആവശ്യമായവ തുടങ്ങിയവ ലഭിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. നല്ല ആശയങ്ങൾ അതിന് വളരെയേറെ സഹായിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നല്ല നല്ല ആശയങ്ങൾ രൂപപ്പെടുത്താൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 46. എഴുത്തുകാർക്ക് അക്ഷരങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അക്ഷരങ്ങൾ പകർത്താൻ പേന, പെൻസിൽ, കടലാസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ സാഹചര്യമനുസരിച്ച് ആശ്രയിക്കേണ്ടി വരും. എഴുത്തിനെ ആളുകളിലേക്ക് എത്തിക്കാൻ പ്രസിദ്ധീകരണശാലകളെയും ഇൻ്റർനെറ്റിനെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും ഒരുപക്ഷെ ആശ്രയിക്കേണ്ടി വരും. നാളിതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആശ്രയം പലവിധ സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നവരുടെ വേദന വളരെയധികം ദുഃഖകരമാണ്. ആശ്രയങ്ങൾ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. പ്രതീക്ഷിക്കാത്ത ആശ്രയങ്ങൾ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ലഭിച്ചേക്കാം. ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജോലി നിർത്തുമ്പോൾ നിലയ്ക്കും. ജോലി ഉപേക്ഷിച്ചു തങ്ങളുടെ അഭിലാഷമായ ബിസിനസ് ചെയ്യാൻ മുന്നിട്ടിറങ്ങുമ്പോൾ വരുമാനത്തിലുള്ള മറ്റ് വഴികൾ സ്വാഭാവികമായി ആശ്രയിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്രയത്തിന് വളരെയധികം പങ്കുവഹിക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് പരസ്പരം ആശ്രയിച്ചിട്ടാണ്. നമ്മൾ ആശ്രയിക്കുന്ന എന്തിനെയാണോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക. മറ്റുള്ളവർ എന്തിനെ ആശ്രയിക്കുന്നു എന്നത് തന്നെ ആകണമെന്നില്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. സമ്പത്തുള്ളവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് പോലെ പാവപ്പെട്ടവർക്ക് എല്ലായ്പ്പോഴും ഒരു പക്ഷേ ആശ്രയിക്കാൻ കഴിയണമെന്നില്ലല്ലോ. ഒരു നേരം ഭക്ഷണം കിട്ടാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടവരുണ്ട്, നിലവിൽ അനുഭവപ്പെടുന്നവരുണ്ട്. എല്ലാവരും അവരവർക്ക് ആവശ്യമായ ആശ്രയം തേടുകയാണ്. നമ്മൾ ആശ്രയിക്കുന്ന എന്തെല്ലാമാണോ അതെല്ലാം നമ്മൾക്ക് സ്ഥിരമായ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നിരാശകൾ ഇവയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനെയാണ് എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മൾക്ക് ഒരുപക്ഷെ പല അവസരത്തിലും ആശ്രയിക്കുന്ന ഇടം ലഭിച്ചെന്ന് വരില്ല. ആ അവസരത്തിലെല്ലാം തളരാതെ മുന്നോട്ട് പോകുക. ഏത് ബിസിനസ് ആയാലും വിജയിക്കണമെങ്കിൽ ഉപഭോക്താവിനെ ആശ്രയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അറിവിനായി ഒത്തിരി കാര്യങ്ങളെ ആശ്രയിക്കാൻ കഴിയും. മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ട വിഭവങ്ങൾ മണ്ണിൽ നിന്നും വിളവെടുക്കാൻ കൃഷിയെ ആശ്രയിക്കേണ്ടി വരും. മണ്ണിൽ ചെടി വളർത്താൻ വെള്ളത്തിനെ ആശ്രയിക്കേണ്ടി വരും. വെള്ളത്തിനെ മണ്ണ് കുഴിച്ചു കിണറിനെയോ മഴവെള്ളത്തെയോ മറ്റു ജലസ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. മണ്ണ്, വായു, വെള്ളം, അഗ്നി, ഭക്ഷണം ഇതൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും അതിൻ്റേതായ ജോലി ചെയ്യുന്നത് പരസ്പരം ആശ്രയിച്ചിട്ടാണ്. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നവയാണ് ശരീരത്തിന് പ്രവർത്തിക്കാൻ ഊർജ്ജം നൽകുന്നത്. നമ്മൾ ആശ്രയിക്കുന്ന പലതും കാലത്തിൻ്റെ ഒഴുക്കിൽ നഷ്ടപ്പെട്ടേക്കാം. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മളിൽ നിന്നും ഒരു പക്ഷേ അകന്നു പോയേക്കാം. നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്നും വേർപാട് സംഭവിച്ചേക്കാം. നമ്മൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടേക്കാം, ബിസിനസ് പരാജയപ്പെട്ടേക്കാം. ഒരു വഴി അടഞ്ഞാൽ മറ്റു നേരായ വഴികളെ ആശ്രയിക്കുക ജീവിതം നൽകുന്ന വലിയൊരു പാഠമാണ്. ഈ ലോകം നമ്മൾക്ക് നൽകുന്നത് എല്ലാം നമ്മൾക്ക് ആശ്രയിക്കാൻ നമ്മുടെ ജീവിതകാലം വരെ സാധിക്കുള്ളൂ. പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാക്കുമ്പോൾ തെറ്റായ കാര്യങ്ങളെ ആശ്രയിക്കാതെ എപ്പോഴും നേരായ കാര്യങ്ങളെ മാത്രം ആശ്രയിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 47. നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് പലരെയും ആശ്രയിച്ചിട്ടാണ്. നമ്മൾ ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ ഒരുപാട് മനുഷ്യരെ കാണുകയും പരിചയപ്പെടുകയും ആവശ്യ സന്ദർഭത്തിൽ അവരെയൊക്കെ ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിൽ പലരും പണമില്ലാത്തതിൻ്റെ പേരിൽ ചുറ്റിലുമുള്ള പലരെയും ആശ്രയിക്കാറുണ്ട്. പണം ഇല്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലല്ലോ. പണം നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ നമ്മൾക്ക് പലരുടെയും സഹായം ആവശ്യമാണ്. നമ്മുടെ പക്കൽ എത്രമാത്രം പണമുണ്ട് എന്നതനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ. നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങൾ ആശ്രയിക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾക്ക് ആശ്രയം ആയതുപോലെ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മളാണ് അവർക്ക് ആശ്രയം ആകേണ്ടതെന്ന് മറക്കരുത്. പലരും നമ്മൾക്ക് ആശ്രയം ആയിട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തിയെന്നത് മറക്കാതിരിക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇന്നല്ലെങ്കിൽ നാളുകളിൽ ആർക്കെങ്കിലും ആശ്രയം ആകേണ്ട വിധത്തിലായിരിക്കണം. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ഒരു പരിധിവരെ പണത്തിൻ്റെ ആശ്രയമില്ലാതെ കഴിയാൻ സാധിച്ചേക്കും. എത്രയൊക്കെയോ പണമുണ്ടായാലും പണം കൊടുത്ത് കിട്ടാത്ത പലതും ഈ ഭൂമിയിലുണ്ടല്ലോ. അതിനുവേണ്ടി പലരെയും പല സാഹചര്യത്തിലും ആശ്രയിക്കേണ്ടി വന്നേക്കാം. നമ്മൾ ആശ്രയിക്കുന്ന ഇടങ്ങളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നിമിഷ സുഖങ്ങൾക്കായി നമ്മൾക്ക് നാശകരമായ കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നമ്മുടെ ഭാവിയിൽ നമ്മൾക്ക് സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ആശ്രയിക്കാൻ നല്ല ഇടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 48. നമ്മളിൽ പലരും ഇന്നിപ്പോൾ പല വഴികൾ ആശ്വാസം കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. ആശ്വാസം നമ്മൾക്ക് പലപ്പോഴും ആവശ്യ നേരത്തിൽ ലഭിക്കണമെന്നില്ല. ജീവിതത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ നമ്മളിൽ പലർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് ആശ്വാസമാണ്. വിശക്കുന്നവന് വേണ്ടത് ഭക്ഷണമാണ്. വിശക്കുന്നവൻ്റെ മുൻപിൽ ഭക്ഷണത്തിന് പകരമാകില്ല ഒരു ആശ്വാസവാക്കുകൾ. നമ്മൾ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് തെറ്റായ വഴികളിൽ കൂടിയാണെങ്കിൽ അതൊക്കെ പിന്നീട് നമ്മളെ വലിയ
നാശത്തിലേക്കായിരിക്കും ഒരു പക്ഷേ കൊണ്ടെത്തിക്കുക. നമ്മൾ ഏത് സാഹചര്യത്തിലും ആശ്വാസം കണ്ടെത്തേണ്ടത് നേരായ വഴികളിൽ കൂടിയായിരിക്കണം. പണം കൊണ്ട് ഒരു പരിധി വരെയാണ് നമുക്ക് ആശ്വാസം നൽകാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ നമ്മളെക്കാൾ എത്ര അധികം ദുരിതത്തിലൂടെ കടന്നുപോയ ധാരാളം വ്യക്തികളുണ്ട്. അവരൊക്കെ അവരുടെ സാഹചര്യത്തെ കുറ്റം പറയാതെ കഠിനമായി ഉയരാൻ പരിശ്രമിച്ചത് കൊണ്ട് ഇന്ന് അവർക്ക് ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു മനുഷ്യനെ എത്ര ഉയരത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാം, പക്ഷേ മനുഷ്യർക്ക് കൂടുതൽ സമയം അതിനായി പരിശ്രമിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇന്നലകളിൽ ഇല്ലാത്ത പലതും ഇന്ന് നമ്മൾക്ക് സാധ്യമായത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇന്നലകളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നുമാണ് പലരും അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഓരോ പുതിയ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇന്നിപ്പോൾ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. എല്ലാം കിട്ടിയിട്ട് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ എളുപ്പം സാധ്യമാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾക്കുണ്ടാകുന്ന പരാജയങ്ങൾ നിരാശരാകാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ നമ്മൾക്ക് ആകണം. പല സാഹചര്യത്തിലും നമ്മൾക്ക് ആശ്വാസം പകരാൻ നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂവെന്ന് തിരിച്ചറിയുക. നഷ്ടങ്ങളിൽ തളരാതെ പരിശ്രമം കൈവിടാതെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും ആശ്വാസം കിട്ടാനുള്ള വഴി കണ്ടെത്താൻ സാധിക്കട്ടെ. അധ്യായം 49. ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നതാണല്ലോ. നിസ്സാര കാര്യം മതി പലർക്കും പിണങ്ങാനായിട്ട്. പിണക്കങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ഒത്തിരി സമയം വേണ്ടി വന്നേക്കാം. നമ്മൾ ഒരു വ്യക്തിയോട് പിണങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ട് ആകണമല്ലോ. ക്ഷമിക്കാൻ സാധിച്ചാൽ മാത്രമാണ് പിണക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പിണക്കം ഒത്തിരി നാൾ കൊണ്ട് നടന്നാൽ ഒരു പക്ഷേ നമ്മൾക്ക് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. പിണക്കം അധിക നേരത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. ജീവിതത്തിൽ സന്തോഷം കൈവരിക്കാൻ ഇണക്കങ്ങൾ വളരെയേറെ ആവശ്യമാണ്. ഏതൊരു മനുഷ്യനും സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം ആവശ്യമാണ്. ഇണക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ബന്ധങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇണങ്ങി ജീവിക്കാൻ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. പിണക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉയർച്ചകൾ സ്വന്തമാക്കാൻ നമ്മൾക്ക് പല കാര്യങ്ങളുമായി ഇണങ്ങേണ്ടതായിട്ടുണ്ട്. അധ്യായം 50. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്. വീഴ്ചകളിൽ നിന്ന് പലരും നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഇതിലും വലുത് എന്തോ വരാനിരുന്നതാണ്, ഇത്രയും ആയതിൽ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരാകുക എന്നൊക്കെ. നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും സംഭവിച്ചേക്കാം. അവിടെയെല്ലാം നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾക്ക് ആശ്വാസം കിട്ടാൻ എന്തെങ്കിലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ജോലി, പണം, ആരോഗ്യം എല്ലാം ഒരു നാൾ നമ്മൾക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. അന്ന് പലപ്പോഴും തിരിച്ചറിയുക ഇതിൻ്റെ നല്ല അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തതിലായിരിക്കും. നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ പലതും ഒരിക്കലും തിരിച്ചു കിട്ടാത്തവയാണ്. നഷ്ടങ്ങളിൽ നിന്നും തിരിച്ചു കയറാൻ നമ്മൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ അത്ഭുതം നിറഞ്ഞതാണ്. വീഴ്ചകളിൽ തളർന്നിരിക്കാതെ മനസ്സിന് ബലം നൽകി പോസിറ്റീവ് ചിന്തകളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ.